സ്മിത സ്മിത പ്രാർത്ഥന ചൊല്ലാമോ? ചൊല്ലാം. നമസ്തേ. യാ കുന്ദേന്ദു തുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ ബ്രഹ്മാച്യുതശങ്കര പ്രഭൃതിഭ് ദേവൈ സദാ വന്ദിതാ സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഢ്യാപഹാ ശുക്ലാം ബ്രഹ്മവിചാരസാരപരമാ ആദ്യാം ജഗദ്വാപിനീം വീണാ പുസ്തകധാരിണീ അഭയദാം ജാഢ്യാന്ധകാരാപഹാം ഹസ്തേ സ്ഫാടികമാലികാം വിദദതീം പദ്മാസനേ സംസ്ഥിതാം വന്ദേ ത്വാം പരമേശ്വരീം ഭഗവതീം ബുദ്ധിപ്രദാം ശാരദാം. നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. സ്വാഗത പ്രഭാഷണത്തിനായി തൃക്കാക്കര സ്ഥാനീയ സമിതി സെക്രട്ടറി സ്മിതയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഭാരതീയ വിചാര കേന്ദ്രം തൃക്കാക്കര സ്ഥാനീയ സമിതിയുടെ പ്രതിമാസ വിചാര സദസ്സാണ് ഇന്ന് നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്നത്. സാധാരണ എല്ലാം നമ്മൾ ഓഫ്ലൈനായിട്ട് തൃക്കാക്കര വെച്ചിട്ടാണ് നടത്തുന്നത്. ഇന്ന് അതിൽ ഈ വർഷത്തെ ആദ്യത്തെ നമ്മുടെ ഓൺലൈൻ വിചാര സദസ്സാണ്. നമ്മുടെ ഗീതാസ്വാധ്യായ സമിതിയുടെ ഗീതാ പഠന ക്ലാസ്സുകൾ മാത്രമാണ് നമ്മൾ ഈ വർഷം കൂടുതലായിട്ട് ഓൺലൈനായിട്ട് ചെയ്തത്. നമ്മുടെ ഇന്നത്തെ ഈ വർഷത്തെ ആദ്യത്തെ ഓൺലൈൻ വിചാര സദസ്സാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും ആദ്യം തന്നെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തൃക്കാക്കര സ്ഥാനീയ സമിതിയുടെ ആരാധ്യ ബഹുമാന്യ അധ്യക്ഷ ശ്രീ ഡോക്ടർ അർച്ചന ശ്രീനിവാസിനെ നമ്മളുടെ ഓൺലൈൻ വിചാര സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ ഈ ഇന്നത്തെ വിചാര സദസ്സ് എന്ന് പറയുന്നത് തന്നെ അന്ന വിചാരം മുന്ന വിചാരം എന്ന വിഷയത്തെ ആക്കിയിട്ടാണ് ഇന്ന് നമ്മൾ വിചാര സദസ്സ് നടത്തുന്നത്. അതിന് എന്തുകൊണ്ടും അഭികാമ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു പ്രഭാഷകയെ തന്നെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പൊ സാധാരണ ഇന്ന് നമ്മുടെ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കാണെങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന ഒരു മേഖല കൂടെയാണ് ഭാരതത്തിന്റെ ഈ ഭക്ഷ്യധാന്യ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളുടെയൊക്കെ കയറ്റുമതി ചെയ്യുന്നതിൽ കൂടെ ഭാരതത്തിന് നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ തന്നെ സമ്പത്തിന്റെ ഉയർച്ചയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു റോള് നമ്മുടെ ഈ മേഖലയ്ക്കുണ്ട്. ഇപ്പം ഏറ്റവും സാധാരണക്കാരനായ ഒരു വ്യക്തിക്കാണെങ്കിൽ കൂടെ ഏറ്റവും മിനിമം റേഞ്ചിൽ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് മുതൽ മുടക്കൊന്നും ഇല്ലാതെ തന്നെ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടെയാണ് നമ്മുടെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്. അപ്പൊ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തട്ടുകടകളാണെങ്കിലും ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിലും അതൊന്നും വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സാധാരണ ഒരാൾ ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പം ഇന്ന് ഫുഡിന്റെ പ്രോസസ്സിങ് ആണെങ്കിലും ഫുഡ് പ്രോസസ്സിങ് ആണെങ്കിലും അതിന് ആ ഫുഡിന്റെ കയറ്റുമതി ഇറക്കുമതി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാനും ഒക്കെ കഴിവുള്ള ആളാണ് നമ്മളുടെ എല്ലാം പ്രിയങ്കരയായ കൂട്ടുകാരി ഷൈനി കുഫോസിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. കൂടാതെ അതിനേക്കാൾ ഉപരി ഭാരതീയ വിചാര കേന്ദ്രം തൃക്കാക്കര സ്ഥാനീയ സമിതിയുടെ ഉപാധ്യക്ഷയെ കൂടെയാണ്. പ്രിയപ്പെട്ട ഷൈനിയെ നമ്മളുടെ വിചാര സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മളുടെ തൃക്കാക്കര സ്ഥാനീയ സമിതിയുടെ ഖജാൻജി ആയ ജൈവൻ സാറിനെയും ജില്ലയുടെ ബഹുമാന്യ അധ്യക്ഷൻ ജോയി സാറിനെയും കാര്യദർശി അരവിന്ദാക്ഷ സാറിനെയും ബാക്കി എല്ലാ സ്ഥാനീയ സമിതിയിലെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനരായ എല്ലാ അംഗങ്ങളെയും
ശ്രോതാക്കളെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അധ്യക്ഷ ഭാഷണത്തിന് നമ്മളുടെ ആരാധ്യയായ ബഹുമാന്യ അധ്യക്ഷ ഡോക്ടർ അർച്ചന ശ്രീനിവാസിനെ ക്ഷണിക്കുന്നു. സെക്രട്ടറി സ്മിത, ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോയ് സർ, ജില്ലാ സെക്രട്ടറി അരവിന്ദാക്ഷൻ സർ, ജൈവൻ സാർ, അതുപോലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ ഡോക്ടർ ഷൈനി, മറ്റ് വിചാര കേന്ദ്രത്തിന്റെ അംഗങ്ങളും പുറത്തുനിന്ന് വന്നവരുമായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ ഈ വിഷയം, എന്തായാലും വിഷയത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു കാര്യം ഷൈനിയെ പറ്റി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഷൈനിയുടെ സ്വന്തം സബ്ജക്റ്റിൽ, സ്വന്തം വിഷയത്തിലുള്ള ഷൈനിക്കുള്ള അഗാധമായ പാണ്ഡിത്യം, ഇത് ഒരു സാധാരണ സംസാരത്തിൽ പോലും എന്നെയൊക്കെ വളരെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഷൈനിയുടെ ഈ അഗാധമായ പാണ്ഡിത്യം ഷൈനിയുടെ വിഷയത്തിൽ പറ്റിയുള്ളത്. ഡോക്ടർ ഷൈനി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഫാക്കൽറ്റി ഓഫ് ഫിഷറീസ് സയൻസ്, കുഫോസ്. അവിടെ തന്നെയാണ് ഷൈനി PhD-യും എടുത്തിട്ടുള്ളത്. ധാരാളം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ധാരാളം ജേർണലുകളിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വളരെ ബൃഹത്തായ ഒരു അധ്യാപന റിസർച്ച് മേഖലയിലാണ് ഷൈനി പ്രവർത്തിക്കുന്നത്. ഈ വിഷയത്തിൽ ഇത്രയും പാണ്ഡിത്യമുള്ള ഷൈനിയെ ഈ വിഷയം സംസാരിക്കാനായി നമുക്ക് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും ഷൈനിയുടെ ഈ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന്, നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷൈനിയെ വിഷയാവതരണത്തിനായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ ഒരു വിഷയം ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം, അതിന്റെ പ്രാധാന്യം, അതെങ്ങനെ നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നു, ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ്. അത് വളരെ പ്രൊഫഷണൽ അല്ലാതെ സാധാരണ എനിക്ക് സംസാരിക്കാവുന്ന രീതിയിൽ, അതായിരിക്കും എപ്പോഴും എനിക്ക് നല്ലത്. അങ്ങനെ എനിക്ക് സ്വാഭാവികമായിട്ട് സംസാരിച്ചാലേ എനിക്ക് കാര്യങ്ങൾ വരികയുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടാവുന്നത് അവസാനം എന്നോട് ചോദിക്കുകയും ചെയ്യാം. ഉദ്ദേശിക്കുന്നത് ഭക്ഷണം, അതിന്റെ പ്രാധാന്യം, അത് നല്ല രീതിയിലല്ല നമ്മൾ നമ്മുടെ ജീവിത സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്തുന്നെങ്കിൽ നമുക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇത് നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതിന്റെ ആത്മീയ വശങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് തൊട്ട് പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സമയം വളരെ പരിമിതമാണ്. ഷൈനി മാഡം ഒന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് സംസാരിച്ചാൽ കൊള്ളാൻ തോന്നുന്നു. നമ്മള് ഭാരതീയർ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഭാരതത്തിന്റെ ഭക്ഷ്യ പാരമ്പര്യം വളരെ വളരെ വലുതാണ്. നമുക്ക് നമ്മുടെ ഉപനിഷത്തുകളിൽ തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നത് അന്നം ബ്രഹ്മം എന്നാണ്. അതായത് ഈശ്വരൻ തന്നെയാണ് ഭക്ഷണം എന്നുള്ളത്. അന്നം ന നിന്ദയാ തത് വ്രതം, അതായത് അന്നത്തെ ഒരിക്കലും നിന്ദിക്കരുത് എന്നുള്ളൊരു വ്രതം എല്ലാവരും എടുക്കണം എന്ന്. അന്നം ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണം, വിതരണം ചെയ്യണം എന്നർത്ഥം വരുന്ന അന്നം ബഹുകുർവിത, അന്നം വൈ പ്രാണാഹ, അന്നം തന്നെയാണ് പ്രാണൻ. അന്നാത് ഭവന്തി ഭൂതാനി, അതായത് സകല ജീവികളും അന്നത്തിൽ നിന്ന് തന്നെയാണ് ജനിക്കുന്നത് എന്ന്. ഇതൊക്കെ തൈത്തിരീയ ഉപനിഷത്തിൽ ഉള്ളതാണ് ഭക്ഷണത്തിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ അന്നം ഗർഭോസി, അന്നമാണ് സകല സൃഷ്ടികളുടെയും ഗർഭം. അന്നം ഹി ഭൂതാനാം ജ്യേഷ്ഠം, അന്നം തന്നെയാണ് എല്ലാത്തിലും പരമപ്രധാനമായത്. അന്നം വിശ്വസ്യ ഭേഷജം, അതായത് അന്നം തന്നെയാണ് ഔഷധം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മളുടെ ഔഷധം. അപ്പൊ അത്രമാത്രം പ്രാധാന്യം നമ്മുടെ പൂർവികര് ഭക്ഷണത്തിന് കൊടുത്തിരുന്നു. അതിൽ നിന്ന് ഇപ്പോഴത്തേക്കുള്ള ഒരു മാറ്റം എന്താണെന്ന് മഴ പെയ്യുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ല എന്നുണ്ടോ? ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉള്ളോ? കുഴപ്പമില്ല, കണ്ടിന്യൂ. കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആവുന്നുണ്ട്.
നല്ല മഴയുണ്ട്. ഓക്കെ, അന്നത്തിന് ഇത്രമാത്രം പ്രാധാന്യം ഭാരതീയർ, നമ്മളുടെ പൂർവികർ കൊടുത്തിരുന്നു. അപ്പൊ അതേ രീതിയിൽ തന്നെ നമ്മൾ അതേ സംസ്കാരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആധുനിക കാലത്തും വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പഴയ ആയുർവേദ പ്രകാരം ഒക്കെ ഭക്ഷണം 3 തരങ്ങളിലുണ്ട്. സാത്വിക ഭക്ഷണം, അതായത് സാത്വിക ഭക്ഷണം എന്ന് പറഞ്ഞാൽ പഴങ്ങള്, പച്ചക്കറികള്, പിന്നെ സമ്പൂർണ്ണ ധാന്യങ്ങൾ, വിത്തുകള്, പാൽ, നെയ്യ്, ഇതൊക്കെ അതായത് പ്രോസസ് ചെയ്യാതെ സംസ്കരിക്കാതെ ഊർജം പ്രദാനം ചെയ്യുന്ന, ഓജസ് പ്രദാനം ചെയ്യുന്ന എല്ലാ ഭക്ഷണവും സാത്വിക ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. രാജസിക ഭക്ഷണം എന്ന് പറഞ്ഞാൽ നന്നായി കൂടുതലായി ഉപ്പും മസാലയും ചേർന്നതും ചായ, കാപ്പി പോലെയുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളെ തീവ്രമായി ഉദ്ദീപിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ. താമസിക ഭക്ഷണം എന്ന് വെച്ചാൽ പഴകിയത്, ഒരുപാട് പ്രോസസ് ചെയ്തത്, നമുക്ക് സൂക്ഷിപ്പ് കാലാവധി കൂട്ടാൻ വേണ്ടി ഒരുപാട് പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും പഴകിയതും ഒക്കെ ആയിട്ടുള്ള ജങ്ക് ഫുഡുകള്, ഇതൊക്കെ വരുന്നത് താമസിക ഭക്ഷണങ്ങളാണ്. ഇതിൽ നമ്മളുടെ പാരമ്പര്യ വിധി പ്രകാരം പറയുന്നത് സാത്വിക ഭക്ഷണം നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തണമെന്ന് തന്നെയാണ്. കാരണം അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ശാന്തി നൽകുന്നതാണ്. ഈ താമസിക ഭക്ഷണം പരമാവധി ഒഴിവാക്കണം. കാരണം നമ്മുടെ പ്രാണോർജം പരമാവധി നശിപ്പിക്കുകയും അലസത, ക്ഷീണം, രോഗങ്ങൾ ഇതൊക്കെ കാരണമാവുന്നതാണ്. പെരുമഴ ഭക്ഷണം ജനല് തുറന്നിട്ടുണ്ടോ? കഴിക്കുന്ന ഭക്ഷണം എന്താ ഷൈനി, ഒരു മിനിറ്റ്. സാറ് ചോദിച്ചത് ജനല് തുറന്ന് വല്ലതും ഇട്ടിട്ടുണ്ടോ? അതുപോലെ ഫോൺ കുറച്ചുകൂടെ ഒന്ന് അടുത്ത് പിടിക്കാമോ? ശബ്ദം ഒരിച്ചിരൂടെ ക്ലിയർ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒന്ന് ഇനി ഞാൻ അടയ്ക്കാൻ പോയ പിന്നെ ഇതിനിടയിൽ ബ്രേക്ക് വരില്ലേ? കുഴപ്പമുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പത്തെ പോലെ സംസാരിക്കണം. ഇപ്പൊ ഓക്കെയാണ്. നീ മുഖം മാറ്റരുത്. ഓക്കെ. വീഡിയോ ഓൺ ആക്കിയപ്പോ സൗണ്ട് ഇതായതായിരിക്കും. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഓഫ് ആക്കിയാൽ മതി. എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ഇരിക്കുന്ന ആൾക്കാരെ ഒന്ന് അതിന്റെ ബാൻഡ് വിഡ്ത്തിന്റെ പ്രോബ്ലം ആയിരിക്കും. അപ്പൊ വീഡിയോ എല്ലാരും ഒന്ന് ഓൺ ആക്കിയാൽ ചിലപ്പോൾ സൗണ്ട് ശരിയാവും. ഓഫ് ആക്കിയാ ക്യാമറ ഓഫ് ആക്കി എന്റെ വായിക്ക് അടുത്തേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് ഓഫ് ചെയ്താൽ മതിയാവും. ഇപ്പൊ ശരിയായി. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് എന്റെ വായിന്റെ അടുത്തേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആണ്. ഇനി തുടർന്നോളൂ. ഓക്കെ, കഴിക്കുന്ന ഭക്ഷണം നമ്മൾ വളരെ ശ്രദ്ധയോടെ എത്രമാത്രം കഴിക്കുന്നു, എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നതിനെ പറ്റി വളരെ ശ്രദ്ധയോടെ കഴിക്കേണ്ടതും ആവശ്യമാണ്. ഇക്കാലത്ത് നമുക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. നമ്മൾ ഏറ്റവും പാസീവായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. TV കണ്ടും മൊബൈൽ ഫോൺ നോക്കിയും മറ്റ് പല പരദൂഷണങ്ങൾ പറയാനും മറ്റു പല കാര്യങ്ങളിലും ശ്രദ്ധിച്ച് അതിനിടയിൽ ഭക്ഷണം കഴിക്കുന്നത് അതിന്റെ രുചിയോ മണമോ അറിയാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാതെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു തരത്തിലും ഭക്ഷണത്തിന്റെ ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ എന്ത് കഴിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഒരു ഭക്ഷണം താമസികമാക്കുന്നത്. കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഊർജം, പ്രാണോർജം ഏത് തരത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പം നല്ല ചിന്തയോടെ, പ്രാർത്ഥനയോടെ, കൃതജ്ഞതയോടെ കഴിക്കുന്ന, മനസമാധാനത്തോടെ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഏറ്റവും നല്ല പോഷണമായി നമ്മുടെ ശരീരത്തിനും അതുവഴി നമ്മുടെ സ്ഥൂല ശരീരത്തിനും കാലക്രമേണ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനും കാരണമായി വരുന്നത്. അപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം ചിന്തിച്ച് കഴിച്ചാൽ അത്രയും നല്ലത്. പിന്നെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് പറയുന്നതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം അത് 2 തരത്തിലുണ്ട്. ഇപ്പം നമ്മുടെ ഊർജം ഏത് തരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ ഏത് തരത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. അതിൽ വെജിറ്റേറിയനിസം, നോൺ വെജിറ്റേറിയനിസം, അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഒരു ചർച്ചയിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും ഓരോരുത്തരുടെയും സ്വഭാവവും ശീലങ്ങളും അനുസരിച്ച് അത് പലതായിരിക്കാം. എനിക്കതിനെ പറ്റി വ്യക്തിപരമായിട്ട് ഏറ്റവും പൊതുവായി പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള അമിതമായ ആസക്തി ഏത് ഭക്ഷണത്തിനോടുള്ളതായാലും ഒഴിവാക്കാൻ ശ്രമിക്കുക.
നമ്മുടെ ശരീരത്തിന്റെ ആവശ്യം അറിഞ്ഞിട്ട്, അതായത് നമുക്ക് ഒരുപാട് ക്ഷീണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ്, ഒരാൾക്ക് ഒരുപാട് കായികാധ്വാനം നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടത് എന്താണ്, അതറിയാനുള്ള ഒരു ഉൾചോദന നമ്മളിൽ വളർത്തിയെടുക്കുക. അതാണ് നമ്മൾ പാസീവായി കഴിക്കാതിരിക്കുക. വളരെ മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഏത് ഭക്ഷണം വേണം, എന്തിലാണ് നമുക്ക് ഡെഫിഷ്യൻസി എന്നുള്ളത്. നമുക്ക് അതിലെ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ വളരെ മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടത് എന്നുള്ളത്. അപ്പം ഒരിക്കലും ഒരു ഭക്ഷണത്തിനോടുള്ള ആർത്തി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. പിന്നെ ആത്മീയമായി പറയുകയാണെങ്കിൽ എപ്പോഴും ഏറ്റവും വ്യക്തിപരമായ ഒരു അഭിപ്രായമായിട്ട് പറയാണ്, എപ്പോഴും അത് സസ്യാഹാരം കൂടുതലായി ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. മാംസാഹാരത്തെ അതുപോലെ തന്നെ നമുക്ക് ന്യായീകരിക്കണമെങ്കിൽ ഒരു കാര്യം വേണമായിരിക്കും. നമ്മളിപ്പം കോഴിയെ കഴിക്കുന്നു, മീനിനെ കഴിക്കുന്നു, പോത്തിനെ കഴിക്കുന്നു, ആടിനെ കഴിക്കുന്നു, ഇതിനെയൊക്കെ കഴിക്കുന്നുണ്ട്. ഒരാൾക്ക് സ്വന്തം വീട്ടിൽ വളർത്തിയ ഒരു ആടിനെയോ പോത്തിനെയോ ഒക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നമ്മൾ വളർത്തിയ ഒരു ജീവിയെ കൊന്നു കഴിക്കാൻ ഒരു മനുഷ്യന് മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നമുക്ക് ആത്മാവ് കൊണ്ട് കണക്റ്റഡ് അല്ലാത്ത ജീവികളെ മാത്രമായിരിക്കും സാധാരണ ദൂരെ എവിടെന്നോ പിടിക്കുന്ന മീന്, അല്ലെങ്കിൽ എവിടെന്നോ കടയിൽ നിന്ന് വാങ്ങുന്ന കോഴി, പോത്തിറച്ചി, പന്നിയിറച്ചി ഒക്കെ ആയിരിക്കും മനുഷ്യർ കഴിക്കുന്നത്. നേരെ മറിച്ച് സ്വന്തം വീട്ടിൽ അവനവൻ വളർത്തി വലുതാക്കിയ ഒരു മൃഗത്തെ നമുക്ക് കഴിക്കാൻ വയ്യെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആത്മാവ് കൊണ്ട് നമ്മൾ അത് വർജിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം മറ്റൊരു ബോധമുള്ള ജീവിയുടെ ബോധത്തിനോട്, ആത്മാവിനോട് നമുക്കൊരു കണക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് അല്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മളോട് അടുത്ത ബന്ധമുള്ള ആൾക്കാരെ, നമ്മളുടെ അമ്മയെ, മക്കളെ ഒന്നും നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ലല്ലോ. അല്ലെങ്കിൽ അത് ഏറ്റവും അടുത്ത ഒരു കണക്ഷൻ എന്ന് മാത്രം. ആ കണക്ഷന്റെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വരുന്നത് തന്നെയാണ് നമ്മളെ വീട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്തും ജീവിക്കുന്ന ജീവികള്. ഒരു വീട്ടിൽ അരുമയായി വളർത്തുന്ന ഒരു ജീവി ഒരു മനുഷ്യന് തിന്നാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും, സാധാരണക്കാരനായ ഒരു മനുഷ്യന്. പക്ഷെ സ്വന്തം വീട്ടിൽ അവനവൻ നട്ടു വളർത്തിയ ഒരു വെണ്ടയോ അല്ലെങ്കിൽ ഒരു മാവോ പ്ലാവിലോ ഉണ്ടാവുന്ന ഒരു ഫലം നമ്മൾ എത്ര സന്തോഷത്തോടെ, എത്ര നിർവൃതിയോടെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം അത് തന്നെ നമ്മൾ ശരി തെറ്റെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട. പക്ഷെ ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുന്നതാണ്, എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ പരിസ്ഥിതിക്കോ മറ്റൊരു ജീവിക്കോ ഏറ്റവും വേദനയും സഹനവും കുറച്ച് നമ്മൾ കഴിക്കാൻ പറ്റുന്നത് പരമാവധി വെജിറ്റേറിയനിസത്തിൽ തന്നെയാണ്. പക്ഷെ അതിന്റെ പോഷണം വെച്ച് നോക്കുന്ന സമയത്ത് അതെല്ലാം ഇതുകൊണ്ട് നമുക്ക് സാധൂകരിക്കാൻ പറ്റുന്നതല്ല. അതിന് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പല റീസൺസ് ഉണ്ട്. പിന്നെ പഴയ കാലത്തുണ്ടായിരുന്ന മറ്റൊരു നല്ല ശീലമാണ് ഉപവാസം. മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏകാദശി വ്രതമായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപവാസം എടുക്കുന്നത് വളരെ സാധാരണമായിരുന്നു. പക്ഷെ ഇക്കാലത്ത് നമുക്ക് ഉപവാസം എന്നുള്ളൊരു സംഭവമില്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഓവർ ഈറ്റിംഗ് ഭയങ്കര കൂടുതലാണ്. കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും അതേ സൂക്ഷ്മ പോഷണം വളരെ കുറവാണ്. നമ്മൾ ഇപ്പം വീട്ടിൽ വാങ്ങി കഴിക്കുന്ന സാധനങ്ങളിൽ മിക്കവാറും ഉണ്ടാകുന്നത് കൂടുതലായിട്ടുള്ള ട്രാൻസ് ഫാറ്റുകൾ, അമിതമായ കൊഴുപ്പുകൾ, അതും കൃത്രിമമായി പൂരണം നടത്തിയ ട്രാൻസ് ഫാറ്റുകൾ. അത് ഒരുപാട് ഫുഡ് അഡൾട്രൻസ്, കളറിന് വേണ്ടി, രുചിക്ക് വേണ്ടി, മണത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് ചേരുവകൾ ചേർത്തത്. നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഭക്ഷണം അത് ഭക്ഷണമാണെങ്കിൽ, നമ്മുടെ ശരീരത്തിന് പോഷണം നൽകുന്ന ഒരു ഭക്ഷണമാണെങ്കിൽ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ്, അതിന്റെ ചേരുവകൾ അറിഞ്ഞിരിക്കണം. പക്ഷെ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് തന്നെ നമ്മൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതിപ്പോ പാക്കറ്റിൽ വാങ്ങുന്ന ഭക്ഷണത്തിന്റെ നമുക്കതിൽ എന്താ ചേർത്തതെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് ഹോട്ടലിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഭക്ഷണങ്ങൾ. ഇനി ഹോട്ടലിൽ നിന്ന് വാങ്ങിയതോ അല്ലെങ്കിൽ പാക്കറ്റിൽ വാങ്ങിയതോ ഒന്നും അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും അതിൽ ചേർക്കുന്ന പല കാര്യങ്ങളുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വാങ്ങുന്ന പല പൊടികള്, പല സോസുകള്, പല എണ്ണകള്, ഇതിലൊക്കെ എന്തൊക്കെ കൃത്രിമത്വം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഭക്ഷണം ഔഷധമാണ് എന്ന ഒരു നിലയിൽ ഈ ആധുനിക കാലത്തെ ഭക്ഷണം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്കത് തിരുത്താനും പറ്റും. പിന്നെ പഴയ കാലത്തൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഒരുതരം അമ്പലത്തിൽ നിന്നൊക്കെ പ്രസാദം കഴിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ
എന്താ അതൊരു അതിനോട് നമ്മൾ കാണിക്കുന്ന ഒരു ഭക്തിയുണ്ട്, ഒരു ബഹുമാനമുണ്ട്. പക്ഷെ അതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ കഴിക്കുന്ന നമ്മുടെ സാധാരണ ഭക്ഷണത്തിന് നമ്മൾ അതുപോലത്തെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് കഴിക്കുന്ന പ്രസാദം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണത്. കാരണം ഈ കഴിക്കുന്നത് എന്തോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ, വെള്ളം എന്താണോ, പിന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു എന്താണോ, ഈ മൂന്നും ആണ് നമ്മുടെ ശരീരത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ശരീരത്തിന്റെ മെറ്റബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ വരുന്നു അതിനനുസരിച്ച് ഈ ശരീരത്തിന്റെയും ജീവിതത്തിന്റെയും വിധി എന്താണ് എന്നുള്ളത് നമ്മളുടെ ചിന്തകളെയും കൂടെ അനുസരിച്ചാ. അപ്പം അതുകൊണ്ട് ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വായു, ശുദ്ധമായ മനസ്സ്, ഈ 4 കാര്യങ്ങളാണ് ഏറ്റവും ആരോഗ്യകരമായ ഒരു ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഇപ്പൊ ഭക്ഷണത്തിനും നമ്മൾ അമ്പലത്തിലെ പ്രസാദം നമ്മൾ എങ്ങനെ കഴിക്കുന്നോ, എങ്ങനെയാ നമ്മളത് ട്രീറ്റ് ചെയ്യുന്നോ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പൊ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അതെ, നല്ല ചിന്തയോടെ, പ്രാർത്ഥനയോടെ, ശുദ്ധിയോടെ പാചകം ചെയ്യണം. അത് കഴിക്കുമ്പോൾ പറ്റുവാണെങ്കിൽ, പണ്ടൊക്കെ നമ്മളൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത്, എനിക്കറിഞ്ഞോളൂ എല്ലാവരുടെയും കാര്യം, പക്ഷെ ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ തന്നെ ഒരു വറ്റു നിലത്ത് വീണ് കഴിഞ്ഞാൽ അത് കാലുകൊണ്ട് ചവിട്ടില്ല, അത് ചൂലുകൊണ്ട് അടിച്ചു വാരി കളയില്ല. കാരണം അത് അന്നം ഈശ്വരനാണ് എന്നുള്ള ചിന്ത കൊണ്ട് അത് കൈകൊണ്ട് നിലത്ത് അത് ഭക്ഷണം വേസ്റ്റ് ആവാതെ നമ്മൾ ശ്രദ്ധിക്കും. അഥവാ നിലത്തെങ്ങാനും പോയാൽ അത് കൈകൊണ്ടായിരിക്കും നമ്മൾ വാരി കളയുന്നുണ്ടാവുക. അതല്ലാതെ കഴിക്കാൻ സമയത്ത് നമ്മൾ ഒരു ഈശ്വര പ്രാർത്ഥന ഉണ്ടാവുമായിരിക്കും മനസ്സിലെങ്കിലും. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. സാധാരണ പഴയ കാലത്ത്, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ചെരുപ്പിട്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കില്ലായിരുന്നു. ചെരുപ്പിട്ട് എന്തൊക്കെയോ ചിന്തിച്ച്, എന്തൊക്കെയോ പരദൂഷണം പറഞ്ഞ് ഒക്കെയാണ് ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ. അതിന്റെ ചേരുവകൾ എന്തൊക്കെയോ കഴിക്കുന്ന സമയത്തും അതെ. അപ്പൊ നല്ല മനസ്സോടെ പാചകം ചെയ്യുക, നല്ല മനസ്സോടെ തന്നെ വിളമ്പുക, നല്ല മനസ്സോടെ തന്നെ ഭക്ഷണം കഴിക്കുക, കൃതജ്ഞതയോടെ. ആ ഭക്ഷണം ഉണ്ടാക്കുമ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് കഴിക്കുന്ന ഭക്ഷണം. ഇപ്പം ഒരു പ്ലേറ്റ് ചോറെടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഓർക്കുന്നില്ല ഈ ചോറിലെ ഓരോ വറ്റും അത് ആരോ എവിടെയോ വിത്തിട്ട് എത്രയോ കാലം നട്ട് നനച്ച് കീടങ്ങളെയും പ്രാണികളെയും ഓടിച്ച് വളർത്തി ഉണ്ടാക്കി എടുത്ത ഒരു സാധനമാണ് നമ്മൾ ഈ ഹോൾസെയിൽ മാർക്കറ്റിലും റീറ്റെയിൽ മാർക്കറ്റും ഒക്കെ വഴി വന്നിട്ട് അതിന്റെ അവസാന വിധിയാണ് ഇന്നയാള് അത് കഴിക്കുക എന്നുള്ളത്. പക്ഷെ അതേ പറ്റിയൊക്കെ ഉള്ളൊരു ചിന്ത വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കൃതജ്ഞതയുണ്ടല്ലോ, അത് നമ്മളുടെ ആ അന്നത്തിലെ വളരെ മനുഷ്യന് അനുകൂലമായ ഒരു ഊർജമായി തന്നെ നമ്മളിലേക്ക് വരും. അതുകൊണ്ട് കൃതജ്ഞതയോടെ തന്നെ ഭക്ഷണം കഴിക്കുക. അത് മറ്റുള്ളവരോട് പങ്കിടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ ആവുമ്പോഴും ആ ഒരു ഭക്ഷണത്തിന്റെ പ്രാണോർജ്യം കൂടാനേ പോകുന്നുള്ളൂ. നല്ല ചിന്തയോടെ നല്ല രീതിയിൽ എല്ലാവരോടും പങ്കിട്ട് ഭക്ഷണം കഴിക്കുക. അടുക്കള ശുദ്ധമായി വെക്കുക. ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞു തന്നെ ഉപയോഗിക്കുക. പിന്നെ നല്ല ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ബാലൻസ്ഡ് ആയിരിക്കുക. സന്തുലിതമായ ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അത് ഒരുപാട് പൊതുവെ നമ്മൾ ഭാരതീയരുടെ ഇന്ത്യൻ കൾച്ചർ, ഇപ്പം മോഡേൺ കൾച്ചർ അനുസരിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എപ്പോഴും, അതിപ്പം നമ്മൾ പ്രോസസ്ഡ് ഭക്ഷണം ആയിക്കോട്ടെ അതല്ലാത്ത ഭക്ഷണമാണെങ്കിലും അതെ, നമ്മളുടെ ഭക്ഷണത്തിൽ എപ്പോഴും കാർബോഹൈഡ്രേറ്റ്, അന്നജമായിരിക്കും എപ്പോഴും കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ടും കൂടിയാണ് ഭാരതീയർക്ക് പൊതുവെ കൂടുതലായിട്ട് ഡയബറ്റീസ് പോലെയുള്ള അസുഖവും കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങളും കൂടുതലായി വരുന്നത്. നമ്മളുടെ ഭക്ഷണത്തിൽ അതിന്റെ ചേരുവയിൽ തന്നെ ഒരു പ്രശ്നമുള്ളത് ഇത് തന്നെയാണ്. അതായത് ഒരുപാട് ധാന്യത്തിന്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, അന്നജത്തിന്റെ സ്രോതസ് നമ്മൾ ഒരുപാട് കഴിക്കുന്നു. നേരെ മറിച്ച് പ്രോട്ടീൻ, മിനറലുകൾ, ധാതുക്കൾ, വിറ്റാമിനുകൾ ഇതിന്റെയൊക്കെ സ്രോതസ് വളരെ കുറവായിരിക്കും. അപ്പം ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും കൂടെ കഴിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, കപ്പയും ചോറും കൂടെ കഴിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം അന്നജത്തിന്റെ സ്രോതസ്സാണ്. അപ്പം നമ്മൾ
ഒരു അന്നജത്തിന്റെ സ്രോതസ് കഴിക്കുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും എന്താ മിനറൽസിന്റെയും വൈറ്റമിൻസിന്റെയും ഒക്കെ സ്രോതസ്സും കൂടെ നമ്മൾ അതിന് വേണ്ട രീതിയിൽ ഉൾച്ചേർത്തിരിക്കണം. പിന്നെ ഒരേ തരം കാർബോഹൈഡ്രേറ്റ് തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാതിരിക്കുക. ഇപ്പൊ നമ്മളുടെ ഭക്ഷണത്തിൽ എപ്പോഴും ഒരുപാട് ചോറാണ് വരുന്നത്. ചോറ് പഴയ കാലത്ത് കഴിക്കുന്ന ചോറിന് പിന്നെയും പ്രശ്നങ്ങളില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതിന്റെ മുകളിൽ തവിടും കൂടെ ഉണ്ട്. തവിടിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കഴിക്കുന്ന സ്ക്വാലിൻ പോലെയുള്ള അപൂരിത കൊഴുപ്പുകളുണ്ട്. നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവം അത്. സ്ക്വാലിൻ പോലെയുള്ള കാര്യങ്ങളുണ്ട്, ബി കോംപ്ലക്സ് വൈറ്റമിനുകളുണ്ട്. ഇതെല്ലാം ഉള്ള ആ തവിട് മുഴുവൻ കളഞ്ഞ് ഒരുപാട് പ്രോസസ്സ് ചെയ്ത് വെറും അന്നജം മാത്രമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഇപ്പൊ കഴിക്കുന്ന വൈറ്റ് റൈസ്, വെളുത്ത അരി. അതാണ് നമ്മൾ ഒരുപാട് കഴിക്കുന്നത്. ഈ ചോറ് പരമാവധി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് സൈഡ് ഡിഷസ് ആയിട്ട് വല്ല കറിയും അച്ചാറ് പോലെ കഴിക്കുന്നത്. അത് വലിയ തെറ്റാണ്. അങ്ങനെയല്ല കഴിക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന അന്നജത്തിന്റെ സ്രോതസ് പലതായിട്ട് ഉപയോഗിക്കുക. എപ്പോഴും ചോറ് തന്നെ ഉപയോഗിക്കാതിരിക്കുക. ചോറ് ഉപയോഗിക്കാം, ചില സമയത്ത് ഗോതമ്പ് ഉപയോഗിക്കാം. പിന്നെ നമ്മളുടെ മില്ലറ്റുകൾ പോലെയുള്ളതുണ്ടല്ലോ, ചെറുധാന്യങ്ങള്, റാഗി, ചാമ പോലെയുള്ള സാധനങ്ങള്, അതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കഴിക്കുന്ന ചോറ്, വെളുത്ത അരി എപ്പോഴും ഒരുപാട് കഴിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ പൊതുവേ തന്നെ ഈ അന്നജത്തിന്റെ സ്രോതസ്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് അതിന്റെ കൂട്ടത്തിൽ പ്രോട്ടീൻ സോഴ്സസ്, പിന്നെ വൈറ്റമിൻ സോഴ്സസ് ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് പച്ചക്കറികളും പിന്നെ പയർവർഗ്ഗങ്ങൾ, പിന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ മത്സ്യം പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളുടെ അളവ് കൂട്ടുക. ചോറോ കാർബോഹൈഡ്രേറ്റിന്റെ മൊത്തം ഏത് കാർബോഹൈഡ്രേറ്റ് ആയാലും അതിന്റെ അളവ് കുറച്ചിട്ട് അതിന്റെ കൂടെ ഇത്തരം കാര്യങ്ങൾ കഴിക്കുക. പിന്നെ നമ്മുടെ മലയാളികളുടെ വേറൊരു വലിയ പ്രശ്നമാണ്, നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളൊക്കെ അതിന്റെ പോഷകം മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നല്ലോണം വറുത്ത് പൊരിച്ച് എണ്ണയിലും ഒക്കെ ഒരു സാധനം തോരനായിട്ട്, ഉപ്പേരിയായിട്ട്, മെഴുക്ക് വരട്ടിയായിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാ? ഒരുപാട് വേവിച്ച് ഒരുപാട് എണ്ണയിലും ഉപ്പിലും ഒക്കെ ഇട്ടിട്ട്. അങ്ങനെയല്ല പച്ചക്കറികൾ കഴിക്കേണ്ടത്. ചില പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ ഒരുപാട് വേവിക്കേണ്ടത്. അതല്ലാതെ ഇപ്പം കാബേജോ പയറോ കൈപ്പക്കയോ വെണ്ടയ്ക്കയോ ഇതൊന്നും ഇങ്ങനെ കരിച്ചു പൊരിച്ചെടുക്കേണ്ട ഒരു കാര്യമില്ല. മറ്റുള്ള പല രാജ്യങ്ങളിലും അവര് പാചകം ചെയ്യുന്നത് വെറുതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊന്ന് ബ്ലാഞ്ചിങ് എന്ന് പറയും. ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക, അത്രേ അവര് ചെയ്യുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമയം പാചകത്തിനായി നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ കൂട്ടത്തിൽ തന്നെ പോഷണ നഷ്ടം വളരെ അധികമാണ്. കൂടെ തന്നെ അനാരോഗ്യകരമായ തരത്തിൽ എണ്ണയെ നമ്മൾ അനാരോഗ്യകരമാക്കുന്നു. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അത് ഒരുപാട് അതിന്റെ സ്മോക്കിംഗ് പോയിന്റിൽ കൂടുതൽ ചൂടാക്കുക എന്ന് പറയും. അങ്ങനെയാകുമ്പം അതിന് രാസപരമായ ഒരുപാട് മാറ്റങ്ങളും വരും. അപ്പം അതിന്റെ ഗുണം നഷ്ടപ്പെട്ട് അതിന് പലതരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാവും. പലപ്പോഴും അത് ഓക്സീകരണം നടന്ന എണ്ണയായിരിക്കും. അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പച്ചക്കറികളൊക്കെ വളരെ മിനിമം മാത്രം കുക്ക് ചെയ്യുക, പാചകം ചെയ്യുക, അല്ലെങ്കിൽ സാലഡായി കഴിക്കുക. ഉത്തരേന്ത്യയിലൊക്കെ കണ്ടിട്ടില്ലേ, കാബേജോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെ അവര് ചെറിയ രീതിയിലൊന്ന് കുക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ സ്വാദും ശീലങ്ങളും ഇതിനനുസരിച്ച് നല്ലോണം വേവിച്ച് കരിച്ചു പൊരിച്ച് തിന്ന് ശീലിച്ചത് കൊണ്ടാണ് നമുക്കത്. അപ്പം അത്തരം ശീലങ്ങൾ മനഃപൂർവ്വം മാറ്റാൻ ശ്രമിക്കുക. പിന്നെ സ്വാഭാവിക ഭക്ഷണം കൂടുതലായി കഴിക്കാൻ ശ്രമിക്കുക. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള വീട്ടിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കാൻ ശ്രമിക്കുക. വാങ്ങുന്ന ഭക്ഷണങ്ങളിൽ ഉണ്ടാകുന്നത് പലതും വില കുറഞ്ഞ് അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടി പലതരത്തിലുള്ള ചേരുവകൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യമുള്ള പോഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയില്ല. പിന്നെ ഒരിക്കലും ഇത് കഴിക്കുന്ന ഒരു മനുഷ്യന്റെ ആരോഗ്യം ആയിരിക്കില്ല ഇത് വിളമ്പുന്നവനെയോ അത് വിൽക്കുന്നവന്റെയോ മനസ്സിലുണ്ടാവുക. അയാളുടെ ലാഭം മാത്രമായിരിക്കും. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഒരു നല്ല ഭക്ഷണം കേടാവാതെ അന്തരീക്ഷ താപനിലയിൽ നിലനിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-8 മണിക്കൂറായിരിക്കാം. അതിലെ വെള്ളത്തിന്റെ തോതനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ വെള്ളമുള്ള ഒരു ഭക്ഷണ സാധനം പെട്ടെന്ന് കേടാവും.
ഇപ്പം അരി അല്ലെങ്കിൽ ഉണങ്ങിയ പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ ചിലപ്പം നമുക്ക് കുറച്ചൊരു ആഴ്ച, 1-2 ആഴ്ച നമുക്ക് കേടാവാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഉണക്കപ്പയറും ഒക്കെ. പക്ഷെ നേരെ മറിച്ച് പാൽ, മത്സ്യം പോലുള്ള സാധനങ്ങൾ, ഫ്രഷ് ആയ പച്ചക്കറികളും പഴങ്ങളും, ഇതൊന്നും നമുക്ക് കൂടുതലായിട്ട് സമയം സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. അപ്പം ഏതൊരു ഭക്ഷണവും പാചകം ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടുള്ള ഒരു ഭക്ഷണം ഒരു 6 മണിക്കൂറിൽ കൂടുതൽ അത് കേടാവാതിരിക്കില്ല. എന്നിട്ടും നമുക്ക് റെഡി ടു ഈറ്റ്, അതായത് വാങ്ങിയിട്ട് പ്രോസസ്സ് ചെയ്യാണ്ട് നേരെ കഴിക്കാം എന്ന് അവകാശപ്പെടുന്ന ഭക്ഷണങ്ങളൊക്കെ എത്രയോ മാസങ്ങളോളം ഈ ഷോപ്പിന്റെ കൗണ്ടറുകളിൽ ഇരിക്കുന്നു, വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇരുന്നിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. എന്തുകൊണ്ട് അത് അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനവര് ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ആണ്, പലതരത്തിലുള്ള രാസ പ്രിസർവേറ്റീവുകൾ. അത് നമ്മളുടെ കിഡ്നിയുടെയും കരളിന്റെയും ഒക്കെ ആരോഗ്യം നശിപ്പിക്കുന്നു, പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നു ഒക്കെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവിക ഭക്ഷണം കൂടുതലായി തന്നെ കഴിക്കുക, മറ്റേത് കഴിക്കുന്നത് ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന യൂട്ടൻസിൽസ് ആണെങ്കിൽ അതും എത്രമാത്രം ആരോഗ്യകരമാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം നല്ലോണം പുളിയുള്ള ഒരു സാധനം, അച്ചാറ് പോലെയുള്ള സാധനങ്ങൾ, മീൻ കറി കഴിക്കുന്നവരാണെങ്കിൽ കുടംപുളിയൊക്കെ ഇട്ട മീൻകറി, ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും അലൂമിനിയത്തിലൊന്നും വെക്കാതിരിക്കുക. അലൂമിനിയം പോലെയുള്ള മെറ്റലുകളിൽ അത് വെക്കുന്ന സമയത്ത് അലൂമിനിയം ആ കറിയിലേക്ക്, നമ്മൾ pH കുറഞ്ഞ അസിഡിക് ആയ ഭക്ഷണം അതിനോട് എത്രമാത്രം സമ്പർക്കത്തിൽ വരുന്നോ അത്രമാത്രം അലൂമിനിയം അതിലേക്ക് ഇറങ്ങും, ആ ഭക്ഷണത്തിലേക്ക് ഇറങ്ങും. ഈ അലൂമിനിയം മെല്ലെ 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 നമ്മുടെ തലച്ചോറിലും ഞരമ്പുകളിലും പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് നമുക്ക് മറവി രോഗം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പലർക്കും ഈ മറവി രോഗം വന്ന് മരിച്ചുപോയ മനുഷ്യരുടെയൊക്കെ ഓട്ടോപ്സി ചെയ്യുന്ന സമയത്ത് അവരുടെ തലച്ചോറിലൊക്കെ അലുമിനിയത്തിന്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അവരുടെ ഭക്ഷ്യ സംസ്കാരമോ അല്ലെങ്കിൽ അവരുടെ പാചക സംസ്കാരത്തിലോ വരുന്ന പ്രശ്നങ്ങളും കൂടിയാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം അത്തരം ഈ പുളിയുള്ള ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ അച്ചാറുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് എപ്പോഴും ചില്ലുകുപ്പിയിൽ സൂക്ഷിച്ചു വെക്കാൻ നോക്കുക. കാരണം ചില്ലുകുപ്പിയുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള രാസ പ്രവർത്തനത്തിന് നിന്ന് കൊടുക്കുന്നതല്ല, അത് വളരെ ഇനേർട്ടാണ്. മറ്റുള്ള ഭക്ഷണത്തിലേക്ക് ഒരു തരത്തിലുള്ള വിഷാംശവും അതിലേക്ക് വരുത്താതെ സൂക്ഷിക്കും ഈ ചില്ലുകുപ്പികൾ, സെറാമിക് പാത്രങ്ങൾ പോലുള്ളത്. പിന്നെ സാധാരണ നമ്മളുടെ സ്ഥിരമായി ഉപയോഗിച്ച് പഴകിയ മൺചട്ടികളൊക്കെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്തരത്തിലുള്ള ഭയങ്കര പുളിപ്പുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ എപ്പോഴും അതാണ് നല്ലത്. പിന്നെ പ്ലാസ്റ്റിക് പോലെയുള്ള ഫുഡ് കണ്ടെയ്നറുകൾ നിങ്ങളോട് മുഴുവനായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒരു കാര്യമെങ്കിലും ഉറപ്പിക്കുക, ചൂടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നറുകളിൽ ഉപയോഗിക്കാതിരിക്കുക, അതിൽ സൂക്ഷിച്ചു വെക്കാതെ അതിൽ കൊണ്ടുപോകാതെ ഇരിക്കുക. അപ്പം ഓഫീസിലോ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ടിഫിൻ കാരിയറുകൾ പ്ലാസ്റ്റിക്കിന്റെ ആകുമ്പം, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുപോകുന്ന തിളപ്പിച്ച വെള്ളം കൊണ്ടുപോകുന്നൊക്കെ ആകുമ്പം അത് ഏറ്റവും കൂടുതൽ, അതായത് ഇതൊന്നും ഇല്ലാണ്ട് സാധാരണ തണുത്ത അന്തരീക്ഷത്തിൽ വെക്കുമ്പോൾ പോലും ഇതിൽ നിന്ന് പ്ലാസ്റ്റിസൈസേഴ്സ്, അതായത് പ്ലാസ്റ്റിക്കിന്റെ മൈക്രോ പ്ലാസ്റ്റിക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതൊരു തരം എണ്ണ പോലെയാണ്. അപ്പം നമ്മൾ അതിൽ എടുത്തു വെച്ച ഭക്ഷണത്തിൽ എത്രമാത്രം എണ്ണയുടെ അംശമുണ്ട്, എത്രമാത്രം താപനിലയിലാണ് നമ്മൾ വെക്കുന്നത് എന്നനുസരിച്ചിട്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ ഭക്ഷണത്തിലേക്കുള്ള മൈഗ്രേഷൻ കൂടാനേ സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എണ്ണയുള്ള ഭക്ഷണം എടുത്തു വെക്കുമ്പോഴും ശ്രദ്ധിക്കുക, ചൂടുള്ള ഭക്ഷണം. ഇത് പറയുമ്പോഴാണ് നമ്മൾ സ്വയം ആലോചിക്കേണ്ടത്. പ്ലാസ്റ്റിക് കുപ്പികളിലാണ് നമ്മൾ കുക്കിംഗ് ഓയിലുകൾ എടുത്തു വെക്കുന്നത്. അത് നല്ല ചൂടുള്ള സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടായിരിക്കാം വീട്ടിൽ സ്ഥിരം അമ്മമാര് പാചകം ചെയ്യുന്നുണ്ടാവുക. എത്രമാത്രം പ്ലാസ്റ്റിക് അപ്പം ആ എണ്ണയിലേക്ക് വന്നിട്ടുണ്ടാവും. ഇത് മുഴുവൻ നമ്മളുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിൽ വരുന്ന വിഷാംശങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് വെള്ളത്തിൽ അലിയുന്നതും ഒന്ന് എണ്ണയിൽ അലിയുന്നതുമായിട്ടുള്ള. രണ്ടും വിഷം തന്നെയാണ്. പക്ഷെ വെള്ളത്തിൽ അലിയുന്ന വിഷാംശം നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിച്ചാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മൂത്രത്തിലൂടെയും കുറച്ച് വിയർപ്പിലൂടെയും അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും.
നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കാരണം നമ്മൾ വിഷാംശം ഉള്ളതാണെങ്കിലും അതിന്റെ തോതനുസരിച്ചും പിന്നീട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതിന്റെ വെള്ളവും അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് ക്ലിയർ ആവും. പക്ഷെ ലിപ്പോഫിലിക് എന്ന് പറയും, എണ്ണയിൽ അലിയുന്ന തരം വിഷാംശം, അത് പക്ഷേ ഈ മൂത്രത്തിലൂടെ ഒന്നും പോവില്ല. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കലകളിൽ ഈ ഓരോ കോശങ്ങളുടെയും കോശസ്ഥലങ്ങളിലും നമ്മളുടെ തൊലിക്കടിയിലും നമ്മുടെ വിസറൽ ഫാറ്റ് വയറിലും ഒക്കെയുള്ള ഈ എണ്ണയുടെ നെയ്യിന്റെ പാളികൾ ഉണ്ടല്ലോ, അതിന് മുഴുവൻ ചെന്നിട്ട് ഇത് അവിടെ അടിഞ്ഞുകൂടും. ഇത് പിന്നീട് കാലക്രമത്തിൽ നമുക്ക് പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ, മ്യൂട്ടേഷൻസ്, ജനിതക മാറ്റം, ഇൻഫെർട്ടിലിറ്റി, പൊണ്ണത്തടി, ഇത്തരത്തിലുള്ള പല പല രോഗങ്ങളും, ക്യാൻസർ, ഇതിലേക്കൊക്കെ കൊണ്ടുവരും. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഈ ലിപ്പോഫിലിക് ആയിട്ടുള്ള ടോക്സിൻസ് ശരീരത്തിൽ നിന്ന് ഒരാൾ ശ്രദ്ധയോടെ തന്നെ അയാൾ അത് ക്ലിയർ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 വർഷത്തോളം അയാളുടെ ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന കൊഴുപ്പ് അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അത് ഏറ്റവും ടോക്സിൻ ഫ്രീ ആയ വളരെ പ്യുവർ ആയിട്ടുള്ള പലതരത്തിലുള്ള ഓയിൽസും ഫാറ്റും നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായി ചെന്ന് മാസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ടോ മാത്രമേ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നല്ല ഫാറ്റ് അവിടെ എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണയിൽ അലിയുന്ന അല്ലെങ്കിൽ കൊഴുപ്പിൽ അലിയുന്ന വിഷം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോവുകയില്ല. അത് അതിന്റെ കൂടുതൽ സീരിയസ് ആയ ഒരു പ്രശ്നമാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഫുഡ് കണ്ടെയ്നേഴ്സ്, ഇതൊക്കെ നമ്മൾ വളരെ ഉപയോഗിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മ്യൂട്ട് ചെയ്യുക. സുനിൽ എന്നാണ് കാണുന്നത്. സുനിൽജി ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? നന്നായി വെള്ളം കുടിക്കണം. മാഡം നന്നായി വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ വെള്ളമാണ് നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്നതും ഭക്ഷണത്തിലൂടെയോ ബാക്കി അന്തരീക്ഷത്തിലെ പൊല്യൂഷൻ കൊണ്ടും ഒക്കെ നമ്മുടെ ശരീരത്തിലെത്തുന്ന പലതരം മാലിന്യങ്ങളെ പുറന്തള്ളുന്നത്. അത് നല്ല വായു, നല്ല വെള്ളം, നല്ല ഭക്ഷണം, ഇതൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ്. മെല്ലെ ഭക്ഷണം കഴിക്കുക, അതായത് പെട്ടെന്ന് വാരി വിഴുങ്ങാതിരിക്കുക. പിന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കാതിരിക്കുക. കഴിക്കുന്ന ഭക്ഷണം, വ്യക്തിപരമായി ഞാൻ എൻ്റെ കാര്യം പറയാം. എത്രയോ വർഷങ്ങളായി തന്നെ ഞാൻ 2 നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്. 2 നേരം ഭക്ഷണം വല്ലപ്പോഴും ഒക്കെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു ട്രീറ്റ് തരുമ്പോഴോ മറ്റെന്തെങ്കിലും ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു 3ാമത്തെ നേരം ഉണ്ടാവും. അല്ലെങ്കിൽ 2 നേരമാണ് ഞാൻ സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ഭക്ഷണത്തിന്റെ അളവ് കുറച്ചതിന് ശേഷം ആരോഗ്യം കൂടുതലായിട്ടുണ്ടായിട്ട് എനിക്ക് എൻ്റെ സ്വന്തം അനുഭവം അങ്ങനെയേ ഉള്ളൂ. ഇപ്പം ഭക്ഷണം പ്രത്യേകിച്ചും പഴയ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടുള്ള എക്സസൈസ് ഭയങ്കര കൂടുതലായിരുന്നു. അരയ്ക്കണം, വെള്ളം കോരണം, ഒരുപാട് ദൂരം നടക്കണം, പൊടിക്കണം, ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പം എല്ലാം ഒരു സ്വിച്ച് ഇട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ബസ്സിലോ കാറിലോ കയറി പോകുന്നതാണ്. ഇപ്പം നമുക്ക് ഊർജത്തിന്റെ അളവ്, ആവശ്യമുള്ള അളവ് വളരെ വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ ഭക്ഷണശീലത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഒരിക്കലും കുറച്ചുമില്ല. നമ്മൾ 3 നേരവും 4 നേരവും ഒക്കെ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിലെ ഇത്തരം അന്നജത്തിന്റെ അംശവും വളരെ കൂടുതലാണ്. അപ്പൊ അത് നമ്മുടെ ആരോഗ്യത്തിനെ പലതരത്തിലും ബാധിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ ജീവിത രീതി എന്താണോ അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണ ശീലങ്ങളും മാറ്റണം. ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കണം. പിന്നെ ഓരോ തവണയും കഴിക്കുമ്പം വയറ് നിറച്ച് നമുക്ക് അങ്ങ് മതിയായി ഇനി അങ്ങോട്ട് കയറൂല എന്നുള്ളത് വരെ നമ്മൾ ഇരിക്കേണ്ട. ഒരു 70-80% ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതായത് അത് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. അതിന് നമുക്ക് ചെയ്യാവുന്ന ചെറിയ പ്ലേറ്റിൽ കഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇപ്പം ഒരാള് ഫാസ്റ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുന്നത് ഒരു ശീലമാക്കി എടുക്കുക. അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു പാറ്റേൺ ആയി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എത്രമാത്രം മൈൻഡ്ഫുൾ അല്ലാതെയാണ്, വളരെ പാസീവായിട്ടാണ് നമ്മൾ കഴിച്ചിരുന്നതെന്ന്. ഇപ്പൊ നമ്മുടെ ശീലങ്ങളൊന്ന് മാറ്റിയാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ വിശപ്പ് മാറും, നമ്മുടെ ജീവിത ശൈലി മാറും, ആരോഗ്യവും കിട്ടും.
പിന്നെ പാചക രീതികളാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണയിൽ വറുത്ത് പൊരിച്ച് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഏറ്റവും നല്ലത് ആവിയിൽ വേവിക്കുക, പിന്നെ വെള്ളത്തിൽ നമ്മൾ തിളപ്പിക്കുക. ഓക്കെ, ഈ കറിയായിട്ട് വെച്ച് കഴിക്കുക എന്നുള്ളത്. അല്ലാതെ ഒരുപാട് എണ്ണയിൽ മുക്കിപ്പൊരിച്ച് ഡീപ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് എപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രഷർ കുക്കർ ഉപയോഗിച്ചാൽ അത്രയും നല്ലതാണ്. പ്രഷർ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ താപനിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സാധനം കുക്ക് ചെയ്യും. ഇന്ധനം ത്തിന്റെ ചെലവ് കുറവാണ്, പോഷക നഷ്ടവും കുറവാണ്. പിന്നെ കൃത്യമായ ഒരു സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലത്. പല സമയത്തും ഒരു കൃത്യമായ സമയമില്ലാതെ കൃത്യമായ അളവില്ലാതെ തോന്നുന്ന രീതിയിൽ അങ്ങനെ കഴിക്കുക. നട്ടപ്പാതിരിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കുക. ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭക്ഷണം സ്കിപ്പ് ചെയ്യുക. അങ്ങനെ കഴിക്കുന്നത് എന്താണെന്ന് അറിയാതെ ഒരുപാട് വാരി വലിച്ച് കഴിക്കുക. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി ഭക്ഷണത്തിന്റെ ഒരു ക്രമീകരണം വരുത്തുന്നതും ആവശ്യമാണ്. പഞ്ചസാര, ഉപ്പ് പോലെയുള്ള കാര്യങ്ങൾ പരമാവധി നിയന്ത്രിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഉപ്പിന്റെ അളവ് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ എല്ലാത്തിലും ചിലർ ചോറിൽ വരെ ഉപ്പിട്ടിട്ട് കഴിക്കുന്നവരുണ്ട്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ കഴിക്കുന്ന കറികളിൽ ഉപ്പുണ്ടെങ്കിൽ അത് തന്നെ ധാരാളം മതി നമുക്ക് ഒരു ഭക്ഷണത്തിൽ. ഇതെപ്പോഴും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പില്ലാന്ന് നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ശീലം കൊണ്ട് തന്നെയാണ്. നമ്മൾ ഉപ്പ് കുറച്ച് ശീലിച്ചവർക്ക് ഉപ്പ് വളരെ കുറച്ച് മതിയാവും. പക്ഷെ ഉപ്പ് കൂടുതൽ കൂട്ടി ശീലിച്ചവർക്കാണെങ്കിലോ എല്ലാത്തിലും ഒരുപാട് ഉപ്പ് വേണമെന്നും ഉപ്പ് പോരാന്നുള്ളൊരു തോന്നലും വരും. അതും നമ്മൾ മൈൻഡ്ഫുൾ ഈറ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാവുന്നേ ഉള്ളൂ. ഉപ്പ് കുറച്ച് കൊണ്ടുവരുമ്പോൾ പിന്നെ നമ്മളുടെ ഉപ്പിന്റെ ആവശ്യവും കുറവായിരിക്കും. പഞ്ചസാരയുടെ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് പഞ്ചസാര ആസച്ച് നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ആവശ്യമില്ല. ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് വേണ്ട ഗ്ലൂക്കോസ് ആയിട്ട് നമുക്ക് കിട്ടാനുള്ളത് ബാക്കിയുള്ള അന്നജത്തിന്റെ സ്രോതസ്സിലൂടെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചോറ് കഴിക്കുന്നത് ചപ്പാത്തി, ചേന, ചേമ്പ്, പഴം പോലെയുള്ള എല്ലാത്തിൽ നിന്നും നമുക്ക് വേണ്ട ഗ്ലൂക്കോസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ പഞ്ചസാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗറാണ്. നമുക്ക് നേരെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ രക്തത്തിലേക്ക് കയറി നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഭയങ്കരമായിട്ട് കൂട്ടുന്ന സംഭവമാണത്. ഒരു ആരോഗ്യകരമായ പഞ്ചസാര എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അതൊരു തരം സസ്റ്റൈൻഡ് റിലീസ് ആയിരിക്കണം. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുറെ സമയത്തേക്ക് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾഡ് ആയിട്ട് തന്നെ നിർത്താൻ പറ്റുന്നത്. അപ്പൊ അതെപ്പോഴും ഒരു പൂർണ്ണമായ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് എപ്പോഴും കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്കുള്ളതാണ് പഞ്ചസാര. നിങ്ങൾ കരിമ്പിന്റെ ജ്യൂസ് കുടിച്ചാലോ കരിമ്പ് അങ്ങനെ തന്നെ തിന്നു കഴിഞ്ഞാലോ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടില്ല. നേരെ മറിച്ച് അത് പഞ്ചസാര കരിമ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതല്ലേ പഞ്ചസാര. പക്ഷെ എന്തുകൊണ്ട് പഞ്ചസാരയാക്കി വെക്കുന്നു എന്ന് പറഞ്ഞാൽ കരിമ്പിൽ ഒരുപാട് പോഷകങ്ങളുണ്ട്, ന്യൂട്രിയൻസ് ഒരുപാടുണ്ട്. പക്ഷെ ഇത്തരം ന്യൂട്രിയൻസ് ഒന്നും അത് കേടാവാതെ നിലനിർത്താൻ പറ്റില്ല. അപ്പൊ ഇത്തരം ന്യൂട്രിയൻസിനെ മുഴുവൻ കളഞ്ഞ് ഇത് ജ്യൂസ് എടുത്ത് ഈ ജ്യൂസ് ഒരുപാട് രാസപരമായ ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ നടത്തി ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ് മുഴുവൻ നടന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത്. അതിൽ മറ്റൊരു തരത്തിലുള്ള പോഷകങ്ങളും ഇല്ല. തീരെ ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകള്, അത് പറയുമ്പം എല്ലാം നിങ്ങൾക്ക് പ്രായോഗികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പ്രായോഗികമാണ്. സാധാരണ മനുഷ്യരാരും അത് പ്രായോഗികമാണെന്ന് പറയില്ല. എണ്ണ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിവാക്കിയാൽ പിന്നെ എങ്ങനെയാ നമ്മൾ കടുക് വറക്കുന്നത്, എങ്ങനെയാ നമ്മളൊരു സാധനം വറക്കുന്നത്? എണ്ണ ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ചോദ്യം. പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഉപയോഗിക്കുന്ന എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണക്കി ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമുക്ക് വെളിച്ചെണ്ണ എന്നുള്ളതല്ല, വെജിറ്റബിൾ ഓയിലുകളാണ് ഒരുപാട്. നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഓയിലുകൾ എന്ന് പറയുന്നത് അതായിക്കോട്ടെ, അതല്ല ഇനി വെളിച്ചെണ്ണ തന്നെയാണെങ്കിൽ പോലും കമേഴ്ഷ്യലി അതൊന്നും യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിന്റെ സോഴ്സിൽ നിന്ന് വരുന്ന അതുപോലത്തെ ഒരു സാധനമേ അല്ല. ജസ്റ്റ് ഒരു ഇൻഡസ്ട്രിയലി നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കന്റ് ഇല്ലേ, നമ്മൾ വല്ല യന്ത്രങ്ങളുടെയിലും ഉപയോഗിക്കുന്ന ലൂബ്രിക്കന്റുകൾ, അതുപോലത്തെ അത്രയും എക്സ്ട്രീമായ കെമിക്കൽ പ്രോസസ്സുകളിലൂടെ തന്നെ ഉണ്ടാക്കിയെടുത്തു വരുന്നതാണ് നമ്മളെ വീട്ടിൽ കിട്ടുന്ന വളരെ ക്ലിയർ ആയി കാണുന്ന എണ്ണകളൊക്കെ. കാരണം എന്താ വെച്ചാൽ ഈ എണ്ണകളുടെ ഒക്കെ യഥാർത്ഥ സ്രോതസ് എന്ന് പറയുന്നത് ഏതെങ്കിലും എണ്ണക്കുരുക്കളായിരിക്കാം,
ഏതെങ്കിലും വിത്തുകളായിരിക്കാം. ഇതൊന്നും അതിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിൽക്കുന്ന സമയത്ത് അത് ഒരുപാട് പോഷക ഗുണം ഉള്ളതാണ്. ഇപ്പം ഒലീവിലായാലും നിലക്കടലയിലായാലും തേങ്ങയിലായാലും പിന്നെ നമ്മുടെ പരുത്തിക്കുരുവിലായാലും സൂര്യകാന്തി വിത്തിലാണെങ്കിലും ഒക്കെ അത് നമുക്ക് ശരീരത്തിന് ഏറ്റവും ആവശ്യമായ പോഷകങ്ങളൊക്കെ വൈറ്റമിൻ ഇയോ ബാക്കിയുള്ള എസെൻഷ്യൽ ഫാറ്റി ആസിഡുകളോ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രോട്ടീനും എല്ലാം ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ അങ്ങനെ ആ കാര്യം വിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അതാരും അതുപോലെ ഭക്ഷണത്തിലേക്ക് ഉപയോഗിക്കാൻ ആൾക്കാർ ഇപ്പോഴത്തെ പാചക രീതി അനുസരിച്ച് ചെയ്യില്ല. പിന്നെ ഇതിനൊക്കെ പ്രസ് ചെയ്ത് കിട്ടുന്ന ഇതിന്റെ എക്സ്ട്രാക്ട് ആയിട്ടുള്ള എണ്ണ ആസച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും അതിന് കൂടുതൽ ഷെൽഫ് ലൈഫ് ഇല്ല, സൂക്ഷിപ്പ് കാലാവധി ഇല്ല. കാരണം എന്താ വെച്ചാൽ അതിൽ ഒരുപാട് പിഗ്മെന്റുകൾ ഉണ്ടായിരിക്കാം. ഇപ്പം നമ്മുടെ പാം ഓയിൽ ആണെങ്കിൽ ശരിക്കും നമ്മുടെ ആ എണ്ണപ്പനയിൽ നിന്ന് കുരു നമ്മൾ എടുത്തങ്ങ് എക്സ്ട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ചുമന്ന കളർ ഇരിക്കും. അത് എന്തുകൊണ്ടാണ് ചുമന്ന കളർ വരുന്നത്? അതിൽ അത്രയും അധികം കരോട്ടിനോയിഡ്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഔഷധമൂല്യമുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ വാങ്ങുന്ന ഏതെങ്കിലും പാം ഓയിലിന് നമുക്ക് ആ ചുമന്ന കളർ കാണുമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കരോട്ടിനോയിഡ്സ് അതിൽ നിലനിർത്തി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഓക്സിഡൈസ് ചെയ്യും. അതായത് അത് പ്രോ ഓക്സിഡന്റ് ആണ്. ഇത്തരം എല്ലാത്തരം സൂക്ഷ്മ പോഷണങ്ങളും പെട്ടെന്ന് തന്നെ രാസപരിണാമം വരുന്നതാണ്, ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ വിൽപ്പന ഈ ഇൻഡസ്ട്രിയലി അവർ വിൽക്കുമ്പോൾ അവർക്ക് ലാഭം കിട്ടണമെങ്കിൽ അത് നല്ല സ്റ്റേബിൾ ആയിട്ട് അവർക്ക് അതിന്റെ മാർക്കറ്റിംഗ് ചാനൽ മുഴുവനും കൊണ്ടുപോകാൻ പറ്റണം. അങ്ങനെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അതിലെ കേടാവാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റണം. അങ്ങനെയുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം അതെല്ലാം മാറ്റി അതിലെ സ്ഥിരമായി നിലനിർത്തുന്ന എണ്ണയുടെ ഭാഗം മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബൺ സിങ്ക് ആയിട്ട് ഉപയോഗിക്കുന്ന പലതുണ്ട്. അതിന്റെ സോൾവെന്റ് എക്സ്ട്രാക്ഷനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതൊക്കെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള പല ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളുമാണ് ഉണ്ടാകുന്നത്. അതിന്റെ റെസിഡ്യൂസ് വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയിൽ ഉണ്ടായിരിക്കും. എത്രയൊക്കെ അത് പോയി ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ അതിനോടൊക്കെ ഇപ്പം ഈ വിഷം വെച്ച് 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 അത്തരം പാടങ്ങളിൽ നിലനിന്ന് വന്നുകൊണ്ടേയിരിക്കുന്ന എലികൾക്ക് ഇപ്പം വിഷങ്ങൾ ഏൽക്കാതായി എന്ന് പറയുന്നത് പോലെയാണ് നമ്മളുടെയും കാര്യം. ഇത്തരം എണ്ണകൾ ഉപയോഗിച്ചപ്പോൾ നമ്മളത് ശീലമായി. അതില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു അറിയാത്ത രീതിയിലേക്ക് നമ്മൾ മാറിപ്പോയി. ഒരു കണക്കിന് എൻ്റെ വ്യക്തിപരമായ ഉപദേശം എന്നോ അഭിപ്രായം എന്നോ പറയാനുള്ളത് എങ്ങനെയാ വെച്ചാൽ എണ്ണയ്ക്ക് പകരം എണ്ണയുടെ സ്രോതസ്സായിരിക്കുന്ന വിത്തുകൾ എന്താണോ, അപ്പൊ തേങ്ങ നമ്മൾ ചിരണ്ടി ഇട്ട് കഴിഞ്ഞാലും തേങ്ങ അരച്ചിട്ട് കഴിഞ്ഞാലും തേങ്ങാ പാലിട്ട് കഴിഞ്ഞാലും നമുക്കത് എണ്ണയുടെ സ്രോതസ്സായി. നമുക്ക് ഇപ്പൊ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പച്ച കടല വാങ്ങിക്കഴിഞ്ഞാല് നിലക്കടല വാങ്ങിക്കഴിഞ്ഞാൽ അത് അരച്ചു കഴിഞ്ഞിട്ടെങ്കിൽ നമുക്കൊരു തരം ചട്നിയായി. ഇതുപോലെയൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഇൻഡസ്ട്രിയലി നമുക്ക് കിട്ടുന്ന എണ്ണകളെല്ലാം നമുക്ക് പലതരം ഇപ്പം ഈ കടുകെണ്ണയിലൊക്കെ അർജുമോൺ ഓയിൽ എന്ന് പറയുന്ന ഒരു സാധനമാണ് ചേർക്കുന്നത്. അതൊക്കെ മാരക വിഷമാണ്. പക്ഷെ അത്തരം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ കിട്ടാനുള്ള കൊപ്ര അത് ഉണക്കുന്ന സമയത്ത് അതിൽ പൂപ്പൽ വരാതിരിക്കാൻ വളരെ ടോക്സിക് ആയിട്ടുള്ള രാസവസ്തുക്കൾ ചേർത്തതിന് ശേഷമാണ് അത് ഉണക്കുന്നത്. പിന്നെ അത് ആ രാസവസ്തുക്കൾ കൊഴുപ്പിലലിയുന്ന രാസവസ്തുക്കളും കൂടിയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് ഉണക്കി അത് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിന് കോൾഡ് പ്രസ് ആണെങ്കിൽ പോലും അതിൽ ഈ ആന്റി ഫംഗൽ ആയിട്ടുള്ള നമ്മുടെ കരളിന് ഏറ്റവും ദോഷകരമായ ഇത്തരം രാസവസ്തുക്കൾ അതിൽ ഉണ്ടായിരിക്കും. നമുക്കത് മാറ്റാൻ പറ്റില്ല. കാരണം ലിപ്പോഫിലിക് എണ്ണയിൽ അരിയുന്ന വിഷം എണ്ണയിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്കത് മാറ്റാൻ പറ്റില്ല യഥാർത്ഥത്തിൽ. അപ്പം സാധാരണക്കാരൊരിക്കലും കടയിൽ നിന്ന് ഈ കുക്കിംഗ് ഓയിൽ വാങ്ങുന്നവർ ഒരിക്കലും അറിയുന്നില്ല നമ്മൾ വാങ്ങുന്നത് ഇത്രയും വലിയ വിഷമാണെന്ന്. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ കുറച്ച് തേങ്ങ നന്നായി ചിരണ്ടിയിട്ട് നല്ലൊരു ബോക്സിലാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കും. അത് 3-4 മാസങ്ങൾ വരെ ഇരിക്കും ഫ്രീസറിലെ ടെമ്പറേച്ചർ -18 ഡിഗ്രി ഒക്കെ ആയിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അപൂരിത കൊഴുപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നതാണത്. കലച്ചു പോവില്ല ഫ്രീസറിലാണെങ്കിൽ. അത് തന്നെ നമുക്ക് പല പാചകങ്ങളിലും പിന്നെ നമ്മളുടെ ആ പാചകശീലങ്ങളും റെസിപ്പീസും ഒക്കെ അതിനനുസരിച്ച് മാറ്റേണ്ടി വരും. എണ്ണയ്ക്ക് പകരം ഇത് എങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് രുചിയിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പം മറ്റൊരു തരത്തിലുള്ള പാചക രീതി നമ്മൾ ശീലിച്ചു വരുന്തോറും നമുക്ക് പക്ഷെ ഈ ഇൻഡസ്ട്രിയൽ ഓയിൽ ഉള്ള ഭക്ഷണത്തിനോട് ഇഷ്ടക്കേട് വന്നു തുടങ്ങും. കാരണം നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ രുചിയും ഒക്കെ അനുസരിച്ച് പരുവപ്പെട്ടു വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധാരണ ഉള്ള ഈ ഇൻഡസ്ട്രിയലി നമ്മൾ വാങ്ങുന്ന ഇത്തരം എണ്ണകളോട് താല്പര്യം ഇല്ലാണ്ട് വരും.
പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ എപ്പോഴും ഫൈബർ കൂടുതലായിട്ട് നമ്മളിപ്പോ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഉള്ളതാണെങ്കിൽ പോലും അതെ, അതിൽ ഫൈബർ ഒന്നും ഇല്ലാതെ, കാരണം ഈ എണ്ണ പോലെ തന്നെ ഹൈലി പ്രോസസ്ഡ് ആണ് നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് എല്ലാം. പോളിഷ്ഡ് റൈസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഗോതമ്പാണെങ്കിലും ഹോൾ ഗ്രെയിൻ ആയിരിക്കില്ല മിക്കവാറും അത് അതിന്റെ സോഫ്റ്റ്നെസ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയാണെങ്കിൽ പോലും അതിൽ പരമാവധി അതിന്റെ തവിട് ഒഴിവാക്കിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുഴുധാന്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ധാന്യങ്ങൾ മാത്രമല്ല നമ്മളെ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആയിട്ടുള്ളത്. ചേന, ചേമ്പ്, കാച്ചിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മത്തൻ. പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ പുഴുക്ക് കഴിക്കില്ലായിരുന്നോ? ഇപ്പൊ ആരാ പുഴുക്ക് കഴിക്കുന്നത്? ഒരു നേരത്തെ ഹോൾ മീലാണത് പുഴുക്ക് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു സൈഡ് ഡിഷിന്റെ കൂടെ പുഴുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും ആരോഗ്യമുള്ള വേറെ ഒന്നുമില്ല. നമ്മൾ കഴിക്കുന്ന, നമ്മൾ ഇനി ഇഡ്ഡലി ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, ബർഗർ ആയിക്കോട്ടെ, ബ്രെഡ് ആയിക്കോട്ടെ, ഇതൊന്നും ഈ ഒരു പുഴുക്കിന്റെ അടുത്ത് ഒന്നും ആവില്ല. പുഴുക്കായിട്ട് കഴിക്കാം നമുക്ക്. അപ്പം അതില് ഫൈബർ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ നാരുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ പ്രോബയോട്ടിക്കുകൾ, പുളിപ്പിച്ച ഭക്ഷണം, നമ്മളുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അതുപോലെ തന്നെ പ്രാധാന്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ എല്ലാം നമ്മുടെ അന്നവ്യവസ്ഥയിലുള്ള എൻസൈംസിനെ കൊണ്ടൊന്നും ഡൈജസ്റ്റ് ചെയ്യാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ പറ്റിയെന്ന് വരില്ല. നമ്മുടെ ശരീരത്തിന് പുറത്തുള്ളതുപോലെ, തൊലിപ്പുറത്തുള്ളതുപോലെ തന്നെ ഒരുപാട് സൂക്ഷ്മാണുക്കൾ, സൂക്ഷ്മജീവികൾ നമ്മളുടെ കുടലിലും അന്നവ്യവസ്ഥയിലും ഉണ്ട്. അത് ഒരുപാട് നമുക്ക് ആരോഗ്യ ഗുണങ്ങളും തരുന്നതാണ്. അപ്പം അത് ഏത് തരത്തിലുള്ള സൂക്ഷ്മാണുക്കളാണ്, അതിന്റെ അളവ് എത്ര, അത് മാറുന്നതിനനുസരിച്ച് നമ്മളുടെ പൊതുവായ ആരോഗ്യം വളരെ വ്യത്യാസപ്പെടും. പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ഡിപ്രഷൻ, ഇതിനൊക്കെ കാരണം എന്ന് പറയുമ്പോൾ ഡിപ്രഷനോട് ആരും ബന്ധപ്പെടുത്തി പറയില്ല നമ്മുടെ കുടലിലുള്ള സൂക്ഷ്മാണുക്കളുടെ അളവ് എന്താണോ, അല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള മൈക്രോഫ്ലോറയാണെന്ന് കണക്ട് ചെയ്തിട്ട് ആരും സാധാരണ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ്. പക്ഷെ അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് തന്നെ ഉണ്ട്. ഒരാളുടെ ഇപ്പം എന്താ പറയാ, ഒരാൾക്ക് ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് പലപ്പോഴും അതിന്റെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടോ? എനിക്ക് മാത്രം തോന്നുന്നു. ഷൈനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ? ആണോ? കേൾക്കുന്നുണ്ടോ? എന്നെ ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ, നല്ല ക്ലിയർ ആണല്ലോ. കേൾക്കാം. അർച്ചന മാമിന് മാത്രമായിരിക്കാം ചിലപ്പോ. ഒന്ന് ഔട്ടായിട്ട് വിൻ ചെയ്യുക, അപ്പൊ വരും. ശരിയോ? അർച്ചന മാം ഒന്ന് ഔട്ടായിട്ട് ഇൻ ചെയ്ത് നോക്കൂ. പിന്നെ ഇത്തരം പുളിപ്പിച്ച ഭക്ഷണം നമ്മൾ കഴിക്കുമ്പം എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രൈനൽ ഫ്ലോറ, നമ്മുടെ കുടലിലും അതും വൻകുടലിലും ചെറുകുടലിലും ഒക്കെ ഉള്ളത് പലതരം സൂക്ഷ്മാണുക്കളായിരിക്കും. നമ്മളുടെ ആമാശയത്തിലുള്ളത് വേറൊരു തരത്തിലായിരിക്കും. കാരണം ഓരോന്നിലുള്ള പുളിപ്പിന്റെ അംശം, നമ്മുടെ ആമാശയം ഭയങ്കര അസിഡിക് ആണ്. നേരെ മറിച്ച് നമ്മുടെ ചെറുകുടലും വൻകുടലും അത് കൂടുതൽ ആൽക്കലൈനാണ്, പുളിപ്പില്ലാത്തതാണ്. അപ്പൊ അതിനനുസരിച്ച് സൂക്ഷ്മാണുക്കളായിരിക്കും നമ്മുടെ അന്നവ്യവസ്ഥയുടെ ഓരോ ഭാഗങ്ങളിലും ഉണ്ടാവുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ട് അതിന് വലിയ പ്രശ്നങ്ങൾ വരും. നമ്മളുടെ ഇപ്പോഴത്തെ ഈ മോഡേൺ ഫുഡ് ഹാബിറ്റ് കൊണ്ട്, പലതരത്തിലുള്ള ഈ പ്രോസസ്ഡ് ഭക്ഷണം നമ്മൾ സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട്, പിന്നെ അസന്തുലിതമായ എല്ലാ തരം ഭക്ഷണശീലങ്ങൾ കൊണ്ടും അത് ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടാവും. അത്തരം ഡിസ്റ്റർബൻസ് പലതരത്തിലുള്ള രോഗങ്ങളും നമുക്ക് വരുത്തും. അപ്പം അത് ഒഴിവാക്കാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പരമാവധി നാച്ചുറൽ ആയ ഭക്ഷണം കഴിക്കാൻ നോക്കുക. പുളിപ്പിച്ച ഭക്ഷണം പരമാവധി കഴിക്കാൻ നോക്കുക. ഇപ്പം തൈര് പോലെയുള്ള സാധനങ്ങള് ഒക്കെ. നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാല്, ഇപ്പം നമ്മുടെ പ്രോസസ്ഡ് ഭക്ഷണം മാത്രമല്ല, ആന്റിബയോട്ടിക്സ് പോലെയുള്ള പലതരം ഡ്രഗ്സ്, ഇതൊക്കെ നേരിട്ട് പോകുന്നത് കുടലിലേക്ക് തന്നെ. ആ ഓരോ തവണയും നമ്മൾ ഇത്തരം ഡ്രഗ്സ് കഴിക്കുമ്പം അതിനനുസരിച്ച് ആ ഫ്ലോറ മുഴുവൻ മാറുന്നുണ്ട്. അപ്പൊ അത് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ പല പ്രശ്നങ്ങളും വരും. ഈ ദഹിപ്പിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുക എന്ന് മാത്രമല്ല അതിന്റെ കർത്തവ്യം, ഈ നമ്മുടെ അന്നവ്യവസ്ഥയിലുള്ള സൂക്ഷ്മാണുക്കൾ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഈ
ബയോളജിക്കൽ മോളിക്യൂൾസും പല ഹോർമോൺസിന്റെയും പല മെറ്റബോളിക് പാത്വേയിൽ പലതരത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന പല ബയോമോളിക്യൂൾസിന്റെയും പ്രീകേഴ്സേഴ്സ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് നമ്മുടെ തലച്ചോറിനെ ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയും. നമ്മുടെ തലച്ചോറിനെ പല കാര്യങ്ങളിലും ഉത്തേജിപ്പിക്കുന്നതും പലതിനെയും കൺട്രോൾ ചെയ്യുന്നതിലും വരെ ഈ നമ്മുടെ കുടലിലുള്ള ഈ സൂക്ഷ്മാണുക്കൾ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ബയോ കോമ്പൗണ്ട്സും നേരിട്ട് തന്നെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുടലിലുള്ള സൂക്ഷ്മാണുക്കള്. അപ്പം കഴിക്കുന്ന ഭക്ഷണം മോശമാവുമ്പോഴും ഒരുപാട് ഡ്രഗ്സും ആന്റിബയോട്ടിക്സും കഴിക്കുമ്പോഴും ആ സൂക്ഷ്മാണുക്കളുടെ ഒരു സന്തുലിതാവസ്ഥയും നഷ്ടപ്പെടുന്നുണ്ട്. അത് ഒഴിവാക്കാൻ നമ്മൾ ഇത്തരം ഡ്രഗ്സിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, സ്വാഭാവിക ഭക്ഷണം നന്നായി കഴിക്കുക, പിന്നെ തൈര് പോലെയുള്ള ഈ പുളിപ്പിച്ച ഭക്ഷണം, അത്തരം തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ചോറ് കഴിക്കുക, ഇത്തരത്തിലുള്ള എല്ലാം ഈ ഉത്തരേന്ത്യയിലൊക്കെ കാഞ്ചി എന്നൊക്കെ പറയുന്നതൊക്കെ പച്ചക്കറികള്, ബീട്രൂട്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തിരി കടുക് പൊടിച്ചിട്ടിട്ടും ഒക്കെ ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് എന്തെങ്കിലും അന്നജത്തിന്റെ ഒരു സോഴ്സും കൂടെ ഇട്ടിട്ട് അവർ ഒന്ന് പുളിപ്പിച്ച് വെക്കും. അതിനുശേഷം എല്ലാ ദിവസവും ഒരു 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 ഒരമൗണ്ട് അവരത് സ്ഥിരമായി കുടിക്കുന്നുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ അതല്ലെങ്കിൽ കിംചി പോലെയുള്ളതൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് പുളിപ്പിച്ച ക്യാബേജ്. നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. തലേ ദിവസത്തെ ചോറ് വെള്ളത്തിലിട്ടിട്ടോ തൈരായിട്ടോ ഉപ്പിലിട്ട ഭക്ഷണം. നമ്മൾ ഇപ്പൊ കഴിക്കുന്ന പിക്കിളെന്നോ ഒന്നും പറയുന്നതൊന്നും ഒരിക്കലും അത്തരത്തിലുള്ള പിക്കിളല്ല. പണ്ടത്തെ കാലത്തെ പിക്കിളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആരോഗ്യത്തിന് ഗുണം തരുന്നത്. കാരണം അത് നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങുന്ന അച്ചാറുകളിലൊന്നും ഹെവി ലോഡ് ഓഫ് സ്പൈസസും പ്രിസർവേറ്റീവ്സും ഉണ്ടാവുക, എണ്ണയുമാണ് ഉണ്ടാകുക. എന്താ സ്മിത, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വിളിക്കുന്നെന്താ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ആ സ്മിത വിളിച്ചിങ്ങനിടയ്ക്ക്, എന്താണെന്നറിയില്ല. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതലായി കഴിക്കുക. പിന്നെ ഈ ഇതിനൊക്കെ പ്രോബയോട്ടിക്കുകൾ എന്നാ പറയുക. അതായത് ഈ സൂക്ഷ്മാണുക്കൾ ജീവനോടെ അതിലുള്ള സാധനങ്ങൾ, അത്തരം കാര്യങ്ങൾ നമ്മുടെ ശരീരം നമ്മളത് കഴിച്ചുകൊണ്ട് ഒരു പരിധിയിലധികം നമുക്ക് ഗുണം ഉണ്ടാവില്ല. കാരണം പലതും നമുക്ക് വൻകുടലിൽ ആവശ്യമുള്ള സൂക്ഷ്മാണുക്കൾ ഉള്ളതായിരിക്കാം. അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ അന്നവ്യവസ്ഥയിൽ നമ്മുടെ സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ഒക്കെ എത്തുമ്പോൾ ചിലപ്പോൾ അത് ചത്തുപോയി എന്ന് വരും. അപ്പം അതല്ലാതെ പ്രീബയോട്ടിക്കുകൾ, അതായത് നമ്മുടെ കുടലിലുള്ള സൂക്ഷ്മാണുക്കൾക്ക് ഭക്ഷണമായി വരാവുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളും കൂടെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതായത് ഒന്ന് സൂക്ഷ്മാണുക്കളെ അതിന്റെ ഒരു ഒരു മൈക്രോബിയൽ ഫ്ലോറ, ഹെൽത്തി മൈക്രോ ഫ്ലോറ ഉള്ള ഭക്ഷണങ്ങൾ, തൈര് പോലെയോ പുളിപ്പിച്ച അച്ചാറ് ഉപ്പിലിട്ടതെന്നൊക്കെ പറയുന്ന സമയത്ത് പുറമേയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നമുക്ക് നെല്ലിക്ക അല്ലെങ്കിൽ നാരങ്ങ അല്ലെങ്കിൽ മാങ്ങ, അതല്ലെങ്കിൽ നമുക്കിപ്പോ നമ്മൾ ചെയ്യാത്ത പല പച്ചക്കറികളും, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതൊക്കെ നമുക്ക് ഉപ്പിലിട്ട് വെക്കാം. ആ ഉപ്പിലിടുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കടുക്, ഉലുവ, ഇതൊക്കെ ഒന്ന് ചതച്ചിടുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഹാംഫുൾ ആയിട്ടുള്ള നമുക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയാനും പറ്റും, നല്ല സൂക്ഷ്മാണുക്കളുടെ വളർച്ച കൂട്ടാനും പറ്റും. കുറച്ച് ഉപ്പും കൂടെ അങ്ങനെ വരുന്ന അതിൽ തന്നെ ഫെർമെന്റേഷൻ വരും, പുളിപ്പിക്കൽ വരും. അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. ഉപ്പിലിട്ടതെന്ന് പറയുമ്പോൾ ഒരിക്കലും അച്ചാറ് ഉപ്പിലിട്ടതെന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന അച്ചാറോ ഉപ്പിലിട്ടതോ നമുക്ക് ആരോഗ്യപരമായ ഒരു ഗുണവും തരുന്നില്ല. പക്ഷെ നമ്മളെ വീട്ടിൽ ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഉപ്പിലിട്ട സാധനങ്ങൾ നമുക്ക് പ്രോബയോട്ടിക് ആയിട്ട് തന്നെ വരും. പ്രോബയോട്ടിക് അല്ലാതെ പ്രീബയോട്ടിക് എന്ന് പറയാവുന്നത് എളുപ്പം ദഹിക്കാവുന്ന, എളുപ്പം ആഗിരണം ചെയ്യാവുന്ന ഒക്കെയുള്ള സിമ്പിൾ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ. അത്തരം ഭക്ഷണങ്ങൾ, അതായത് പഴങ്ങളും ഇലകളും പച്ചക്കറികളും ഒക്കെ, അതും നമ്മുടെ നമ്മൾക്ക് ആരോഗ്യം തരുന്ന ഭക്ഷണം മാത്രമല്ല നമ്മുടെ കുടലിലുള്ള സൂക്ഷ്മാണുക്കൾക്ക് ആരോഗ്യം തരുന്നത് അല്ലെങ്കിൽ അതിന്റെ ഭക്ഷണമാവുന്നത്. അത്തരം ഭക്ഷണങ്ങളും കൂടെ നമ്മൾ കഴിക്കുക. ഷൈനി, ഒരു മിനിറ്റ്. ഇനി ഒരു കാര്യം പറയട്ടെ. നമ്മളുടെ ഈ വളരെ ഇൻഫോർമേറ്റീവായ ഈ സെഷൻ ആയതുകൊണ്ട് കുറച്ച് പേർക്ക് സംശയങ്ങൾ ഉണ്ടാവും. നമുക്കിപ്പോ 9 മണി ആയതുകൊണ്ട് നമുക്കൊന്ന് ഈ ടോക്ക് വൈൻഡപ്പ് ചെയ്താല് ധാരാളം സംശയങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ബ്രീഫ് ചെയ്യാം ഇനി. ശരി.
നമുക്ക് സ്നാക്കിങ്ങിന് ഭയങ്കരമായിട്ട് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഈ ആധുനിക ജീവിതശൈലി അനുസരിച്ചിട്ടുള്ള ഭയങ്കര ഒരു തരം ക്രേവിംഗ് ഉണ്ടായിരിക്കും. എപ്പോഴും ഇടയ്ക്കിടയ്ക്കായിട്ട് എന്തെങ്കിലും കുറിക്കാനൊക്കെ. ആ സമയത്ത് നമുക്ക് കഴിക്കാൻ കടലകൾ ഉണ്ടായിരിക്കാം, എന്തെങ്കിലും സ്പ്രൗട്ടുകൾ ഉണ്ടായിരിക്കാം, ഫ്രൂട്ട്സ് ഉണ്ടാവാം. അത് നമ്മൾ ഈ കഴിക്കുന്ന ബാക്കിയുള്ള ഈ ലേസോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വറുത്ത് പൊരിച്ച സാധനങ്ങൾക്ക് പകരം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ വിശപ്പോ അത്തരം ക്രേവിങ്സോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉൾവിളി ഉണ്ടാകും, ഏത് ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണ്ട, എത്രമാത്രം കഴിക്കാമെന്ന്. അപ്പൊ അതിനനുസരിച്ച് പിന്നീടുള്ള ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോവുക, അതിനനുസരിച്ച് ആരോഗ്യം നമുക്ക് കൂടുതലായിട്ട് കിട്ടും. പിന്നെ മസാലകൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും ദോഷമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ മസാലകൾക്കും അതിന് അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഔഷധ ഗുണമുണ്ട്, പിന്നെ സൂക്ഷ്മാണുക്കളെയും പൂപ്പലിനെയൊന്നും വളർച്ച തടയാനും, പിന്നെ ഓക്സീകരണം, ഭക്ഷണത്തിലെ കൊഴുപ്പ് വിഷമായി മാറാനുള്ള സാധ്യതയാണ് ഓക്സീകരണത്തിലൂടെ സംഭവിക്കുന്നത്. അത് തടയാനും ഒക്കെയുള്ള കഴിവ് പലതരത്തിലുള്ള മസാലക്കൂട്ടുകൾക്കുണ്ട്. അതിപ്പം മഞ്ഞൾ, മല്ലി, മുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കടുക്, കറിവേപ്പില, ഇതിനെല്ലാം ഉണ്ട്. നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ചമ്മന്തി ഇല്ലേ? ചമ്മന്തിയിൽ നമുക്ക് ഇത്തരം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ, അതായത് ഒരുപാട് വേവിക്കാതെ എണ്ണയൊന്നും ചേർക്കാതെ തേങ്ങയിട്ട് മാങ്ങ, തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, ഇത്തരം കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തി പോലെയുള്ളത് ശരിക്കും പറഞ്ഞ ഔഷധമാണ് ഇത്. അത്തരം കാര്യങ്ങൾ പഴയ കാലത്തെ നമ്മുടെ ഭക്ഷണശീലങ്ങൾ അതൊക്കെ അതിലിതൊക്കെ വരുന്നത് തന്നെയാണ്. ആ രീതിയിലേക്ക് കൊണ്ടുപോയാൽ വളരെ നല്ലതാണ്. എണ്ണകൾ ഒരിക്കലും വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി പല സംശയങ്ങളും ഉണ്ടായിരിക്കും. അത് പറയുമ്പം ആ സംശയത്തിനനുസരിച്ചിട്ട് ഇനി മുന്നോട്ട് പോവാൻ തോന്നുന്നു. എന്തായാലും നന്ദി ഷൈനി. വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ വീണ്ടും ഷൈനിയുടെ സെഷൻസ് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് എടുക്കേണ്ടതാണ്. നമുക്കിനി ഈ ഒരു കാര്യമായിട്ട് പലർക്കും ധാരാളം സംശയങ്ങൾ ഉണ്ടാവും. ഒന്ന് ചോദിക്കാൻ ആവശ്യപ്പെടും. ഹലോ കേൾക്കുന്നുണ്ട്. ഹലോ നമസ്കാരം സെതിൽ സാർ, നമസ്കാരം. സംശയങ്ങൾ ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ ഷൈനി. വളരെ നല്ലൊരു ടോക്കായിരുന്നു. ഒരു പ്രഭാഷണം കേൾക്കുന്നതിനേക്കാളും വളരെ അടുത്ത ഒരു സുഹൃത്ത് കാര്യങ്ങൾ പറഞ്ഞു വരുന്ന പോലൊരു ഫീൽ ഉണ്ടായി. വളരെ കാഷ്വൽ അല്ലാതെ കാഷ്വലായ രീതിയിലുള്ളൊരു ഒരു സംസാരമായതുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. ഒന്ന് രണ്ട് സംശയം കൂടി ചോദിക്കാനുണ്ട്. ഒന്ന്, ഈ വിരുദ്ധ ആഹാരക്കൂട്ട് എന്ന് വെച്ചാൽ ഇന്ന ആഹാരങ്ങൾ ഒരുമിച്ച് കഴിക്കരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില ആഹാരങ്ങള്. അതൊന്ന്. രണ്ടാമത്, രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കഴിക്കരുത് എന്ന് പറയുന്ന, വർജിക്കണം എന്ന് പറയുന്ന ചില ആഹാരങ്ങള്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതുപോലെ ഈ ഓയില് കുറച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസിൻറ്റഗ്രേറ്റഡ് ആവും, അതിലെ പല ഘടകങ്ങളും ഇല്ലാതാവും എന്ന് പറയുന്നല്ലോ. അപ്പൊ അതിന് ഈ ചെറിയ ചെറിയ ഓയിൽ എക്സ്ട്രാക്ടേഴ്സ് ഇപ്പൊ അവൈലബിൾ ആണല്ലോ, അതുപോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാലോ ഇങ്ങനെ 3 കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓരോന്നായിട്ട് പറയാം, ഞാൻ ചിലപ്പോ മറന്നു പോകും. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? വിരുദ്ധ ആഹാരം എന്ന് പറയും. 2 തരത്തിലുള്ള ആഹാരങ്ങൾ ഒരുമിച്ച് കഴിക്കരുത്. ചില മോരും മീനും ഒരുമിച്ച് കഴിക്കരുതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല അങ്ങനെയാണോ എന്ന്. ഞാനൊരു വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും മീൻ കഴിക്കുന്നില്ല. എന്നാലും പറഞ്ഞു എന്നുള്ളതാണ്. പലതരത്തിലുള്ള പല ഭക്ഷ്യ സംസ്കാരം അനുസരിച്ചിട്ട് പലതരത്തില് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മള് നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കാശ്മീരിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മീൻ തൈരിട്ടിട്ട് അവര് പാചകം ചെയ്യുന്നുണ്ട്. മത്സ്യം തൈരിട്ടിട്ടാണ് അവര് പാചകം ചെയ്യുന്നത്. പിന്നെ ഇവിടങ്ങളിലാണെങ്കിൽ അതെ, ബിരിയാണിയുടെ കൂട്ടത്തിൽ കഴിക്കുന്ന ഈ ഒരു സാലഡില് തൈരിട്ടിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും മത്സ്യവും മാംസവും മാരിനേറ്റ് ചെയ്യുന്നത്, നമ്മൾ മസാല വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അതില് അവര് പുളിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം തൈരായിരിക്കും. പക്ഷെ നമ്മൾ പറയുന്നത് പൊതുവെ അത് വിരുദ്ധ ആഹാരമാണെന്ന്. പക്ഷെ അതിന് അടിസ്ഥാനം ഉണ്ടെന്ന് ഞാൻ ഒരു ടോക്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു റിസർച്ചർ ഒരിക്കല്
CIFT വെച്ചിട്ട് ഞാൻ എന്റെ PhD ചെയ്തുകൊണ്ടിരിക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരുടെ തന്നെ പല ഗവേഷണങ്ങളിലും ഇതിന് അടിസ്ഥാനമുണ്ടെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. നമ്മള് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആയുർവേദം അല്ലാതെ നമ്മുടെ മോഡേൺ സയൻസ് അനുസരിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ളതൊന്നും കൂടുതലായിട്ട് നമുക്ക് കാണുന്നുണ്ടാവില്ല. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ഒരു തവണ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുമുണ്ട്. അതായത് ഇത്തരം ഭക്ഷണശീലങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കൂട്ടുന്നതായിട്ട് തന്നെ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പം അത്തരം ചില വിശ്വാസങ്ങൾ വന്നിരിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ ടൈം ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ളത്. അത് പല തലമുറകളിൽ പല കാലങ്ങളോളം ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാണുമ്പോഴായിരിക്കും ഇത്തരം ഫുഡ് കോമ്പിനേഷൻസ് വേണ്ടെന്നിരിക്കുന്നത്. കാരണം ഓരോ ഭക്ഷണത്തിലും അതിന്റെ ഓരോ രാസസംയുക്തങ്ങളും ഓരോ തരത്തിലാണ്. അത് ഓരോന്നും നമുക്ക് ശരീരത്തിന് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗമുള്ളതായിരിക്കാം. പക്ഷെ പലപ്പോഴും അതിന്റെ കോമ്പിനേഷൻ നമുക്ക് തരുന്നത് അത്ര നല്ല എഫക്റ്റ് ആയിരിക്കണമെന്നില്ല. പൊതുവെ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അതിന്റെ റിസൾട്ട് അധികമായിട്ട് കാണാത്തത്. അതിൽ തന്നെ ഗവേഷണം നടത്തിയ ഒരു റിസർച്ചർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളത് അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അതിന്റെ സാധ്യത കൂട്ടുന്നത് തന്നെയാണ്. അപ്പൊ അത്തരം വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് മലയാളികൾക്കിടയിലും ഇത് വളരെ സാധാരണയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മോര് കറിയും മീനും കൂടെ കഴിക്കുന്ന, അല്ലെങ്കിൽ മോരും മീനും കൂടെ ഒക്കെ മനുഷ്യർ ഇഷ്ടം പോലെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റുന്നെങ്കിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? രാത്രിയില് അത്താഴത്തിന് വർജിക്കേണ്ടതായ ആഹാര സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? രാത്രി കിടക്കുന്ന സമയം നമ്മൾ കഴിക്കുന്നത് എപ്പോഴും കിടക്കുന്നതിന്റെ ഒരു 2 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അതല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആമാശയത്തിൽ ഭക്ഷണം ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മിക്കവാറും അസിഡിറ്റി ഉണ്ടാവാനുള്ള സാധ്യത, ഉറങ്ങുന്ന സമയത്ത് അസിഡിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പലർക്കും പുളിച്ചു തിരട്ടൽ ഉണ്ടാവുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. അവര് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കിടക്കുന്നവരായിരിക്കാം. അത്തരം ശീലങ്ങൾ ഒഴിവാക്കുക. പിന്നെ രാത്രി കിടക്കുമ്പം വളരെ സ്ട്രോങ് ആയ ഭക്ഷണങ്ങൾ, വളരെ അസിഡിക് ആയ, വളരെ സ്പൈസി ആയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ലൈറ്റ് ഫുഡാണ് എപ്പോഴും നല്ലത്. ഇനി കുറച്ച് ഹെവി ആയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ 5:30-6 മണിക്കൊക്കെ നമുക്ക് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് കഴിക്കുന്ന സമയത്തേക്ക് എപ്പോഴും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള, ഒരുപാട് എണ്ണയിൽ വറുത്ത് പൊരിക്കാത്ത, ഒരുപാട് ഷുഗറും ഉപ്പും ഒന്നും ഇല്ലാത്ത രീതിയിൽ കഞ്ഞി, പയറ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള, അതായത് ഇന്ന ഭക്ഷണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് എണ്ണയും മസാലയും ഉപ്പും പുളിയും അസിഡിറ്റിയും ഇല്ലാത്ത ഭക്ഷണം മിതമായ അളവിൽ കഴിക്കുന്നത് നല്ലത്. പ്രത്യേകിച്ച് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രത്യേകിച്ചും. പിന്നെ മൂന്നാമത്തേത് ഈ ഇപ്പോഴ് ഓയിൽ എക്സ്ട്രാക്ടേഴ്സ് ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് വിപണിയില്. അത് ഹെൽത്തി പ്രാക്ടീസ് ആണോ എന്ന് വെച്ചാൽ ഇനി അങ്ങനെയുള്ള മെഷീൻസ് യൂസ് ചെയ്യുമ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓയിലിന് എന്തെങ്കിലും ഡാമേജോ വിഘടനമോ ഒക്കെ സംഭവിക്കുന്നുണ്ടോ? ഒരു ഭക്ഷ്യ സ്രോതസ് എന്നുള്ള രീതിയിലുള്ള ഒരു എണ്ണക്കുരു, അതിൽ ആ എണ്ണ മാത്രമായിരിക്കില്ല ഉണ്ടാവുക. അതിൽ പ്രോട്ടീനും വിറ്റാമിനുകളും ഒക്കെ ഉണ്ടാവും. ആന്റി ഓക്സിഡൻസ്, നാച്ചുറൽ ആന്റി ഓക്സിഡൻസ് അതിൽ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. അതിലുള്ള പല എൻസൈംസും ഇനാക്റ്റീവ് ആയിരിക്കും. അതായത് അതിനെ വിഘടിപ്പിക്കുന്ന എൻസൈമുകളൊക്കെ ഇനാക്റ്റീവ് ഉള്ളതായിരിക്കും അതിലുണ്ടാവുക. പിന്നെ അതിലുണ്ടാവുന്ന വളരെ സ്ട്രോങ് പിഗ്മെന്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതിൽ പലതും സൂക്ഷ്മാണുക്കൾക്കും പോഷണമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം വിത്തുകൾ സൂക്ഷിച്ചു വെക്കുന്നതോറും അതിൽ സൂക്ഷ്മാണുക്കളോ പൂപ്പൽ ബാധയോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൂട്ടത്തിൽ തന്നെ അതിൽ അപൂരിത കൊഴുപ്പായിരിക്കും മിക്കവാറും. ഈ ഹെൽത്തി ഫാറ്റ് എല്ലാം അപൂരിത കൊഴുപ്പായിരിക്കും. അപ്പം അത് ആ വസ്തുവിൽ നിന്ന്, അതിന്റെ സ്രോതസ്സിൽ നിന്ന് മാറ്റുമ്പോൾ, അരച്ചിട്ടൊക്കെ മാറ്റുന്ന സമയത്ത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപൂരിത കൊഴുപ്പ് ഒന്നുകിൽ ഹൈഡ്രോളൈസ് ചെയ്യുക എന്ന് പറയും. നമ്മള് ഹൈഡ്രോലൈറ്റിക് റാൻസിലിറ്റി എന്ന് പറയും. അത് ഒന്നുകിൽ അത് അങ്ങനെ സംഭവിക്കും, അതിലുള്ള എൻസൈംസ് തന്നെ അതിനെ ഹൈഡ്രോളൈസ് ചെയ്യും. അതിൽ തന്നെയുള്ള രാസത്വരകങ്ങൾ അതിലുള്ള ഈ പോഷകങ്ങളെ ഹൈഡ്രോളൈസ് ചെയ്ത് വിഘടിപ്പിച്ച് പോഷകമല്ലാത്ത, ചിലപ്പം ഇനി എക്സ്ട്രീം കേസസ് അത് ടോക്സിക് ആക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മളത് പൊടിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിനോടുള്ള അന്തരീക്ഷത്തിലെ ഓക്സിജനോടുള്ള കോണ്ടാക്റ്റും കൂടുതലായിരിക്കും. അപ്പം അത് ഓക്സീകരണവും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു എണ്ണക്കുരു, ഇപ്പം നമുക്ക് കടല നമുക്ക് അതുപോലെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും.
നമ്മൾ നല്ല വൃത്തിയോടെ വെള്ളം ഇല്ലാതെ ഡാർക്കായിട്ടുള്ള ഏകദേശം തണുത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ കുറച്ച് കാലം തന്നെ നമുക്ക് എണ്ണ ഉണക്കിയ എന്താ കടല അല്ലെങ്കിൽ സൂര്യകാന്തി വിത്ത് ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നേരെ മറിച്ച് ഇത് പൊടിച്ചു കഴിഞ്ഞാലോ പെട്ടെന്ന് അതിന്റെ രുചി തന്നെ മാറും. ആ രുചി മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ നാക്കിലും മൂക്കിലും ഒരുപാട് രാസവസ്തുക്കളെ സെൻസ് ചെയ്യാനുള്ള ഇന്ദ്രിയ സംവേദനം നടത്താനുള്ള ഒരുപാട് ന്യൂറോൺസിന്റെ അറ്റങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഓക്സീകരണം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് ഹൈഡ്രോളൈസിസ് എക്സ്ട്രീം ആയിട്ട് പ്രോട്ടീൻ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അമിനോ ആസിഡ്സ് അല്ല അമീൻസ് ആയി മാറും. അത് സിമ്പിൾ അമിനോ ആസിഡ്സോ അമീൻസോ ആയി കഴിഞ്ഞാൽ അത് കഴിക്കും. ഇതിലുള്ള എണ്ണകൾ പരമാവധി ഹൈഡ്രോളൈസ് ചെയ്തിട്ട് അതിന്റെ വളരെ ലോ മോളിക്കുലർ വെയിറ്റ് ഫാറ്റി ആസിഡ്സ് ആയി മാറുമ്പോൾ അതിന് കനച്ച മണം ഉണ്ടാവും. അപ്പൊ നമുക്ക് കാറിയ മണവും രുചി വ്യത്യാസവും മണവ്യത്യാസവും നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും ഒരു സാധനത്തിന്റെയും. അങ്ങനെ ആവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരയ്ക്കുമ്പം അതിൽ എൻസൈംസ് അതിൽ പ്രവർത്തിക്കുന്നു. പിന്നെ അതിന്റെ തന്നെ സ്റ്റേബിൾ ആയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് അതിലുള്ള പ്രിസർവേറ്റീവ്സ് അതൊക്കെ നഷ്ടപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഒരു എണ്ണക്കുരുക്കളോ അല്ലെങ്കിൽ എണ്ണയുടെ നമുക്ക് ഹെൽത്തി ആയ ഫാറ്റിന്റെ സോഴ്സസ് അതിന് നമ്മൾ അരക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോൾ പിന്നെ അതിന്റെ സൂക്ഷിപ്പ് കാലാവധി എന്തായാലും കുറയുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന എണ്ണ ഒന്നുകിൽ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് ആ സമയത്ത് പൊടിച്ചിടുക അരച്ചിടുക ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് നമ്മൾ തത്തയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വാങ്ങില്ലേ സൂര്യകാന്തി വിത്ത്, വളരെ വില കുറവിൽ നമുക്ക് ഇവിടെ കടകളിലൊക്കെ കിട്ടും. അത് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നിങ്ങൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ ഇടയ്ക്ക് വെറുതെ അത് വറുത്തിട്ടാലേ എള്ള് വറുത്തിടുക, ഇത് വറുത്തിടുക, വെറുതെ അത് ഒന്ന് ചൂടാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ എത്രയോ അതിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ ഇരുമ്പ് കാൽസ്യം പോലെയുള്ള സാധനങ്ങൾ ഒരുപാട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പലതരത്തിലുള്ള ഫാറ്റി ആസിഡുകളൊക്കെ അതിൽ നന്നായി കൂടുക ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ആരാണ് എള്ളു ഉപയോഗിക്കുന്നത്? ആരാണ് ഈ തത്തയ്ക്ക് കൊടുക്കുന്നതിന് പകരം ഇത്തരം സൂര്യകാന്തി വിത്ത് വാങ്ങി ആരാണ് ഉപയോഗിക്കുന്നത്? തേങ്ങയായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? അത്തരം രീതിയിലേക്ക്. അതല്ലാതെ നമ്മളിത് കോൾഡ് പ്രസ് ചെയ്തിട്ടും ഒക്കെ ആക്കിയാലും സത്യസന്ധമായി പറഞ്ഞാൽ അതിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയുള്ളൂ. പിന്നെ നമുക്ക് അതില് ഇത്തരം അഡൾട്രൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അഡൾട്രൻസ് ഇല്ലെങ്കിൽ പോലും അത് കനച്ചു പോയാൽ ഒരു പരിധിയിലധികം കനച്ചു കഴിഞ്ഞാൽ ആ കനച്ച സാധനം നമുക്ക് വിഷമാണ്. ഇപ്പൊ വെളിച്ചെണ്ണ നമ്മൾ ആട്ടിയെടുക്കാണ്, ഒരു തരത്തിലുള്ള ഫുഡ് അഡൾട്രൻസ് നമ്മൾ അതിൽ ചേർത്തില്ലെങ്കിൽ പോലും കാറിപ്പോയ വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്ക് ലിവറിന് പ്രശ്നം വരും, വേറെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ വരും. സ്ഥിരമായിട്ട് നമ്മൾ കനച്ച എണ്ണ കഴിക്കുന്നവർക്ക് നമ്മൾ കഴിക്കുന്നത് കനച്ചതാണെന്ന് പോലും അവരറിയില്ല. എന്ന് മാത്രമല്ല പലതരത്തിലുള്ള രോഗങ്ങളും വരികയും ചെയ്യും. അപ്പൊ ഏറ്റവും നല്ലത് എണ്ണയായിട്ട് തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ ഡാർക്ക് അധികം സൂര്യപ്രകാശം തട്ടാത്ത രീതിയിലുള്ള തണുത്ത സ്ഥലങ്ങളിൽ ഇപ്പൊ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റിയ അത്രയും സ്റ്റേബിൾ ആയിട്ടിരിക്കും. അതായത് അതിന്റെ സൂക്ഷിപ്പ് കാലാവധി അത്രയും കൂടും. ഇപ്പൊ നമ്മൾ കോൾഡ് പ്രസ് ചെയ്തിട്ട് എടുക്കുന്ന പലതും നമുക്കിപ്പോ കാണാനുണ്ട്. പല ഇൻഡസ്ട്രീസും മൈക്രോ ലെവൽ ഇൻഡസ്ട്രീസും ഇപ്പം തുടങ്ങിയതൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കാര്യം ശരിയാണ്, അഡൾട്രൻസ് ഉണ്ടാവില്ല. പക്ഷെ അതിലുള്ള പോഷകങ്ങൾ ഒരിക്കലും സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ സ്റ്റെബിലിറ്റി പോകും തോറും അത് കുറെ കഴിയുമ്പോഴത്തേക്ക് അത് അതിന്റെ എക്സ്ട്രീമിറ്റി അനുസരിച്ച് അതിന്റെ ഗുണഫലത്തെക്കാളും അത് ടോക്സിക് ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വാങ്ങിയാൽ അത്തരം കാര്യങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാതെ അത് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫാറ്റിൽ എപ്പോഴും നല്ലത് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 ഡിഗ്രി കൂടുതലൊക്കെ നമ്മൾ ചൂടാക്കുന്നതാണ്. അപ്പൊ സ്മോക്കിംഗ് പോയിന്റ് നാച്ചുറലി തന്നെ കൂടുതൽ സ്റ്റേബിൾ ആയത് കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരിത കൊഴുപ്പ് കൂടുതലുള്ള സ്വാഭാവിക കൊഴുപ്പുകളാണ്. അതിൽ വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ പറയാൻ പറ്റും, ഒരു പരിധി വരെ നമ്മുടെ പാം ഓയിൽ പറയാൻ പറ്റും. പിന്നെ മൃഗക്കൊഴുപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പശുവിൻ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, ഇതൊക്കെ ഹെൽത്തി ഫാറ്റ് ആണ്. ഇന്ന് മാത്രമല്ല ചൂട് ആക്കി കഴിക്കാനും പറ്റുന്ന, നല്ല ചൂടിൽ പോയി കഴിഞ്ഞാലും അത് കമ്പാരിറ്റീവ്ലി ഒരുപാട് സ്റ്റേബിൾ ആണ്. അതിന്റെ സ്മോക്കിംഗ് പോയിന്റിന്റെ അത്രയും എത്തില്ല നമ്മൾ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിന് അത്രയും നമുക്ക് ശരീരത്തിന് പ്രശ്നം വരുത്തുന്ന രീതിയിലുള്ള ഒരു രാസപരിണാമം അതിൽ വരുന്നില്ല. നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. മറ്റുള്ള രാജ്യങ്ങളിൽ ലാഡ്
ടാലോ എന്നൊക്കെ പറഞ്ഞ് മൃഗക്കൊഴുപ്പുകൾ, അതായത് പോത്തിൻ കൊഴുപ്പ്, പന്നിക്കൊഴുപ്പ്, അതൊക്കെ അവർ ഭക്ഷണത്തിൽ കുക്കിംഗ് ഓയിലിന് പകരം, കുക്കിംഗ് ഫാറ്റിന് പകരം ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ നെയ്യ് ഉപയോഗിക്കുന്നതിന് പകരം അവർ ഉപയോഗിക്കുന്ന സാധനം അത്. അതും നമുക്ക് വേറെ പല നമ്മുടെ സാംസ്കാരികമായിട്ടോ വിശ്വാസപരമായിട്ടോ നമുക്ക് പറയാൻ പറ്റും അത് ഇഷ്ടമല്ലാന്ന്. പക്ഷെ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വളരെ ഹെൽത്തി ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ ഓയിലിനേക്കാൾ ഒരുപാട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഗുണപ്രദമാണ്. കാരണം ചൂടാക്കുന്ന സമയത്ത് അത് സ്റ്റേബിൾ ആണ്. ഇത്തരം കാര്യങ്ങൾ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് അന്തരീക്ഷ താപനിലയിൽ നിലനിർത്താൻ സിന്തറ്റിക് ആന്റി ഓക്സിഡന്റ്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതിൽ തന്നെ അത് സ്റ്റേബിൾ ആണ്. അപ്പം ഇങ്ങനെ കുറെ കോംപ്ലിക്കേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ എണ്ണകളുടെയും കൊഴുപ്പുകളുടെയും കാര്യം. ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർ മൃഗക്കൊഴുപ്പ് അത് എക്സ്ട്രാക്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ച് അത് അവരുടെ പല ഭക്ഷണങ്ങളിലും ഉപയോഗിക്കുന്നത് വളരെ സാധാരണമാണ്. അവർക്ക് അതുകൊണ്ട് ആരോഗ്യപരമായി നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വെജിറ്റേറിയൻ സോഴ്സിൽ നിന്നുള്ളവര് പരമാവധി നെയ്യ്, വെണ്ണ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, വെളിച്ചെണ്ണ, തേങ്ങ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ പാം ഓയിൽ ഉപയോഗിക്കുക. വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും എന്താ പറയാ വളരെ അപൂരിത കൊഴുപ്പാണ്. എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അത് ഓക്സിഡൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഓക്സിഡേഷൻ ഒഴിവാക്കാൻ വേണ്ടി അതിൽ അത്രയും അധികം സിന്തറ്റിക് ആന്റി ഓക്സിഡൻസ് ഉപയോഗിക്കുന്നത്. ഈ സിന്തറ്റിക് BHA, BHT എന്നൊക്കെ പറയുന്ന ഇതുണ്ട്, ബെൻസിൻ ഹെക്സാടോളുവിൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ലിവറിനൊക്കെ വളരെ മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വെളിച്ചെണ്ണ വാങ്ങുന്നതായിരിക്കും നല്ലത്. നെയ്യ്, വെളിച്ചെണ്ണ ഒക്കെ വാങ്ങുന്നതായിരിക്കും നല്ലത്. നന്ദി ഡോക്ടർ ഷൈനി, നന്നായിരുന്നു. ബാക്കിയുള്ളവർക്കും അവസരം വേണമല്ലോ. ശരി, താങ്ക് യു. വേറാരെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ജയ എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാന് ജസ്റ്റ് ഒരു അധികം നമ്മൾ ഒന്നാമത് സമയം വളരെയധികം ലേറ്റ് ആയി പോയി എന്നുള്ള ഒരു ഇത് എനിക്കുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഷൈനി മാഡത്തിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ജസ്റ്റ് ഈ നമ്മളിപ്പോ അലൂമിനിയത്തിന്റെ ഒരു കേസ് പറഞ്ഞു. അലൂമിനിയം പാത്രങ്ങളിൽ ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞാല് അത് ഇൻ സം കേസ് ഓഫ് ഓട്ടോപ്സിയിൽ അത് കാണിക്കുന്നുണ്ട് എന്നല്ല. അങ്ങനെ എന്തെങ്കിലും പഠനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് ഉള്ളത് ആണോ, അല്ലെങ്കിൽ അത് ഒരു ജനറൽ സംശയമാണോ? പഠന റിപ്പോർട്ടുകളുണ്ട്, അത് ഉണ്ട്. ഓക്കെ. അല്ല, ബേസിക്കലി അങ്ങനെ പല ഡിസ്കഷനുകളിലും നമ്മൾ കണ്ടപ്പോ എസ്പെഷ്യലി എണ്ണ, അലൂമിനിയം അതുപോലെയുള്ള മെയിൻലി ബ്രാൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ അതൊരു പരസ്യങ്ങളായിട്ട് പത്രങ്ങളിൽ തന്നെ വന്നത് കണ്ടിട്ടുണ്ട്, അതൊരു തെറ്റായ പ്രചരണമാണെന്നുള്ളത്. അതെന്താ കാരണം എന്നറിയോ? എല്ലാ തരം കുക്കിങ്ങിലും അതിലേക്ക് വരില്ല. നമ്മൾ കുക്ക് ചെയ്യുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ആൽക്കലൈൻ ആയ ഭക്ഷണ സാധനങ്ങൾ അതിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അസിഡിക് ആയ ഭക്ഷണമാണെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്ക് ഈവൻ മെറ്റാലിക് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ നല്ല അലൂമിനിയത്തിൽ തന്നെ നമ്മൾ നല്ല കുടംപുളി ഇട്ട് വെച്ച മീൻകറി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് വായിൽ വെച്ച് കഴിഞ്ഞാൽ മെറ്റാലിക് ടേസ്റ്റ് അറിയാൻ പറ്റും. അത് പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ വിനാഗിരിയോ പുളിയോ ഒന്നും ഉപയോഗിക്കാത്തൊരു സാധനങ്ങൾ അതിൽ ഉപയോഗിച്ചാൽ അതിന്റെ ഹീറ്റ് കണ്ടക്ടിവിറ്റി നല്ലോണം ഒരു ലോഹമാണ് അലൂമിനിയം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ധനക്ഷമതയും കൂടുതലായിരിക്കും. ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നെങ്കിൽ ന്യൂട്രൽ ആണെന്നും ഇനേർട്ട് ആണെന്നും തന്നെ പ്രതീക്ഷിച്ച് നമുക്ക് അതിൽ പാചകം ചെയ്യാൻ പറ്റും. പക്ഷെ ആസിഡിക് ആയ ഭക്ഷണം അതിൽ പാചകം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഈ ഫോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇത്തരത്തിലല്ല മറ്റൊരു തരത്തിലുള്ള പ്രശ്നമുണ്ട്. കാരണം അതൊരു തരം ലാമിനേറ്റ് ആണ്. നമ്മൾ അലൂമിനിയം ഫോയിൽ എന്ന് വെച്ചാൽ അലൂമിനിയം വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. പക്ഷെ അതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ഫിസിക്കൽ ഇന്റഗ്രിറ്റിയും ബാക്കിയുള്ള പ്രോപ്പർട്ടീസും നിലനിർത്തണമെങ്കിൽ നമ്മൾ അത് സാൻഡ്വിച്ച് ചെയ്യുന്നത് രണ്ട് പ്ലാസ്റ്റിക്കിന്റെ ലെയറിന് ഇടയ്ക്ക് അതുകൊണ്ട് കോട്ട് ചെയ്തിട്ട് അതിന് നടുക്ക് നമ്മൾ അലൂമിനിയം വെക്കുക. എന്താ പോളിയസ്റ്റർ, അലൂമിനിയം, പോളിപ്രോപ്പിലിൻ ലാമിനേറ്റ്സ് പോലെയല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഏത് അലൂമിനിയം ലാമിനേറ്റ്സിന്റെയും പുറത്തുള്ള ഒരു കോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം വാക്സി കോട്ടിംഗ് ആയിരിക്കും. അത് പ്ലാസ്റ്റിക് ബേസ്ഡ് ആയിരിക്കും. അപ്പം അത്തരം സാധനങ്ങളിൽ നമ്മൾ ഭക്ഷണം സൂക്ഷിച്ചു വെച്ചതോ കഴിക്കുകയോ ചെയ്യുമ്പോൾ ഈവൻ കാൻഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ റിട്ടോർട്ട് പൗച്ചിൽ നമ്മൾ പാക്കേജ് ചെയ്തിട്ട് ഹീറ്റ് പ്രോസസ് ചെയ്ത ഭക്ഷണം അതിൻ്റെയൊക്കെ ഒരുപാട് പരസ്യങ്ങൾ ഉണ്ടായിരിക്കാം.
അതിന്റെ ഒന്നും പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട് പുറത്ത് വന്നില്ലായിരിക്കാം. കാരണം ഇതൊക്കെ ഈ ഇൻഡസ്ട്രീസ് ഒക്കെ നിലനിൽക്കുന്നതും അതിന് ഫണ്ട് ചെയ്യുന്നതും ഇത്തരം ഇൻഡസ്ട്രീസ് ആണ്. ഇത്തരം പഠനങ്ങൾക്കോ ഇത്തരം ഗവേഷണ ഫലങ്ങളോ ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്യാനോ അത്തരം ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ അത്തരം പ്രോജക്റ്റുകൾക്ക് പോലും ഫണ്ട് ചെയ്യാനുള്ള ഇൻഡയറക്ട്ലി ഇവരൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് താല്പര്യമില്ലാത്ത റിസൾട്ടുകൾ പുറത്ത് വരാതിരിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളിലെ ഫണ്ടിങ് വരെ വരുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കുന്ന ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ പലതരത്തിലുള്ള കളറും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ അഡൾട്രൻസും ഉണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ തന്നെ വലിയൊരു മാരകമായ ഒരു കാര്യം കൂടിയാണ് ചൂടുള്ള കറി സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കവറുകളില് പൗച്ചസിലും ഒക്കെ ആയിട്ടായിരിക്കും ചപ്പാത്തി സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് പാർസൽ കൊണ്ടുവരുന്നത്. നമുക്ക് ഒരു ദിവസം തന്നെ ശരീരത്തിലേക്ക് എത്തുന്നത് വളരെ വളരെ അളവിലായിരിക്കും വിഷാംശം എത്തുന്നത്. അത് പാർസലുകൾ വാങ്ങാതിരിക്കുക. ഐ തിങ്ക് വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് തീർക്കാം. കാരണം 9:20 ആയിപ്പോയി. ഇല്ലെങ്കിൽ നമസ്കാരം. കേൾക്കുന്നു, പറയും. ഹലോ, ആരെങ്കിലും ഒരാള് പറയും. ഇപ്പൊ ഒരുപാട് ശബ്ദം കേൾക്കുന്നു. അല്ല, ചോദിക്കുന്നവർ ചോദിച്ചോളൂ. ഞാൻ നിർത്തി. അഞ്ജലി മാഡം ചോദിക്കണമെന്ന് ചോദിച്ചോളൂ. ശരി, ഒരൊറ്റ ചോദ്യം. നമ്മൾ നോൺ സ്റ്റിക്ക് പ്രശ്നമാണെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ ഒരുപാട് വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. സത്യത്തിൽ എന്താണ് പ്രശ്നം? ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ? നോൺ സ്റ്റിക്ക് കുക്ക് വെയറിലെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ മുകളിലും യഥാർത്ഥത്തില് സാധാരണ ഏത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കുക്കിംഗ് യൂട്ടൻസിൽസിലും പറ്റി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം നമ്മൾ വറക്കുകയും പൊരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഈ നോൺ സ്റ്റിക്ക് കുക്ക് വെയറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എണ്ണ മതി, പെട്ടെന്നായിട്ട് തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് ആൾക്കാരെല്ലാം ഇത് വാങ്ങും. ഈ പ്ലാസ്റ്റിക്കിന്റെ അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. കാരണം എന്താ വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള ഈ ഒരു ലിപ്പോഫിലിക് ആയിട്ടുള്ള ഈ PTFE പോലെയുള്ള PFOA പോലെയുള്ള ചില കെമിക്കൽസ് ഉണ്ട്. അത്തരം കെമിക്കലിന്റെ വളരെ തിൻ കോട്ടിങ് അതിന് മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ആ കോട്ടിങ് ഇത് ചൂടാവുന്ന നമ്മൾ സേഫ് ആണെന്ന് പറയും. അതായത് ഒരു പരിധി വരെ ചൂടാക്കി കഴിഞ്ഞാൽ അത് സേഫ് ആണെന്ന് പറയും. പക്ഷെ ആസ് എ റിസർച്ചർ ഞാൻ ഒരിക്കലും അത് സേഫ് ആണെന്ന് പറയില്ല. കാരണം ഇതിനൊക്കെ പറയുന്ന ഒരുതരം LC50 എന്നൊക്കെ പറയുന്ന പോലത്തെ ഓരോരോ ലെവലുകൾ വെച്ചിട്ടൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ നമുക്ക് ശരീരത്തിന് പ്രശ്നമാകാവുന്നതിന്റെ 50 അതിന്റെ ഇത്ര ശതമാനം എന്നൊക്കെ. പക്ഷെ അതൊക്കെ ഓവർ പീരീഡ് ഓഫ് ടൈം അതിന്റെ ഒരു റെസിഡ്യുവൽ എഫക്ട് നമുക്ക് ഉണ്ടായിരിക്കും, നമ്മുടെ ശരീരത്തിന് ഉണ്ടായിരിക്കും. അത് ഹോർമോണൽ ഡിസ്ട്രപ്ഷൻ ആയിട്ടോ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ആയിട്ടോ ഡയബറ്റീസ് ആയിട്ടോ ക്യാൻസർ ആയിട്ടോ ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്തരം നോൺ സ്റ്റിക് കുക്ക് വെയറുകൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ നോൺ സ്റ്റിക് കുക്ക് വെയർ സേഫ് ആണെന്ന് പറയുന്നു. ആരെങ്കിലും പറയുന്നുണ്ടോ കാൻഡ് ഫുഡ് പ്രോഡക്ട്സ് കഴിക്കുന്നത്? കാൻഡ് ട്യൂണ, കാൻഡ് ടൊമാറ്റോ സൂപ്പ്, അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് പാക്കേജ്ഡ് കറീസ്, ഇതൊക്കെ കഴിച്ചാൽ ദോഷമാണെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? പക്ഷെ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാൻ പറ്റും. കാരണം ഒരു പരിധിയിലധികം ചൂടാവുമ്പം ഇത്തരം പ്ലാസ്റ്റിസൈസേഴ്സ് ഏത് എണ്ണയും ഏത് മെഴുക്കും ഏത് അത്തരത്തിലുള്ള ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഇത്തരം സാധനങ്ങളും ഒരു പരിധിയിലധികം ചൂടാകുമ്പോൾ ഉരുകുന്നുണ്ട്. ആ ഉരുക്കുന്നത് ഈ ഭക്ഷണത്തിലേക്ക്. സംശയം ഞാനും കൂടി ചോദിക്കുകയാണ് ഷൈനി, സമയം അതിക്രമിക്കുന്നു. ഇൻഡാലിയം പാത്രങ്ങളെ പറ്റി. ഇൻഡാലിയം അലുമിനിയത്തിന്റെ അതേപോലെ തന്നെ ഉള്ളോ അതോ കൂടുതൽ അപകടമുണ്ടോ? ഇല്ല, ഇതുപോലെ തന്നെ ഉള്ളൂ. പക്ഷെ കാര്യം ഇതില് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, നല്ലോണം പുളിപ്പുള്ള ഭക്ഷണ സാധനങ്ങൾ അതിൽ കുക്ക് ചെയ്യാതിരിക്കുക. ബാക്കി മനസ്സിലായി. ഇപ്പൊ ഇതിന്ന് നമുക്ക് മൺചട്ടികളും അലുമിനിയം പാത്രങ്ങളിലും തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് പുളി കൂടുതലുള്ളത് മൺചട്ടി കൽച്ചട്ടി ഒക്കെ ഉപയോഗിക്കുക. പുളി ഇല്ലാത്ത സാധനങ്ങൾ അലുമിനിയം ഇൻഡാലിയത്തിലൊക്കെ ഉപയോഗിക്കുക. ഇരുമ്പ് പാത്രങ്ങളെ പറ്റി കൂടി ഒന്ന് പെട്ടെന്ന് പറയാമോ? ഇരുമ്പ് പാത്രങ്ങളിൽ നമ്മൾ അർച്ചന മേഡം ചോദിച്ചു, അതിനും കൂടെ ചോദിക്കണം. ഇപ്പൊ നമ്മള്
പണ്ട് കാലങ്ങളിൽ ഇരുമ്പിന്റെ തവ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ദോശക്കും അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കാനൊക്കെ ഇരുമ്പിന്റെ ചട്ടി. അപ്പോ അത് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് ആണോ? അർച്ചന മാഡത്തിന്റെ ക്വസ്റ്റ്യന്റെ കൂടെ ഞാനൊന്ന് ചേർക്കുകയാണ്, അതും കൂടെ ചേർത്ത് ഉത്തരം പറഞ്ഞാൽ മതി. അത് ഒരു പരിധി വരെ നമുക്ക് ഭക്ഷണത്തിലേക്ക് ഇരുമ്പ് ന്റെ അംശം അതിലേക്ക് വരുത്തുന്നുണ്ട്. നമുക്ക് ആ ഇരുമ്പിന്റെ അംശം കിട്ടാൻ അത് കൊണ്ട് സഹായമുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷെ പുളി നല്ല എക്സ്ട്രീം പുളിയുള്ള ഭക്ഷണ സാധനങ്ങൾ എഗെയിൻ അതിൽ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇത്തരം ഇരുമ്പ് ചട്ടികൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇരുമ്പ് അതെ ഭക്ഷണത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനമേ ഉണ്ടാവുന്നുള്ളൂ. ഈ പറഞ്ഞ സന്ദർഭവശാൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇരുമ്പ് പൊതുവെ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് ബി കോംപ്ലക്സ് വൈറ്റമിൻ അല്ലെങ്കിൽ B12 വൈറ്റമിൻ ഇത്തരം കാര്യങ്ങള്, പിന്നെ അതിന്റെ കൂടെ ഇരുമ്പ്, ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ, അതല്ലെങ്കിൽ കൂൺ പോലെയുള്ള സാധനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. പലതിനും അങ്ങനെ ഒരു വെജിറ്റേറിയൻ സോഴ്സസ് ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പം നമ്മൾ ഇലക്കറികളിൽ ഇരുമ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഇലക്കറികൾ ഒരുപാട് കഴിക്കും. കാരണം അതിലുള്ളത് ഒരിക്കലും ഇരുമ്പുണ്ട് ഇലക്കറികളിൽ, പക്ഷെ അതൊരിക്കലും നമുക്ക് ആഗിരണം നല്ല രീതിയിൽ ബയോ അവൈലബിൾ ആയ ആഗിരണ ശേഷി നന്നായിട്ട് നമുക്ക് ഉള്ള രീതിയിലുള്ള ഇരുമ്പിന്റെ സോഴ്സ് അല്ല ഇലക്കറികളിലുള്ളത്. അപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ബ്ലഡ് ഹീമോഗ്ലോബിൻ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വിറ്റാമിൻ സപ്ലിമെന്റ് ഇരുമ്പിന്റെ ഒക്കെ സപ്ലിമെന്റുകളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഹീം അയോൺ എന്ന് പറയുന്ന തരത്തിലുള്ള ഇരുമ്പ് മാത്രമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആഗിരണ ശേഷിയുള്ളത്. അത് ബ്ലഡ് സാധനങ്ങൾ കഴിക്കുന്ന പല നോർത്ത് ഈസ്റ്റിലുള്ള പല സംസ്ഥാനങ്ങളിലും അവർ ബ്ലഡ് കളയുന്നില്ല. ആ ബ്ലഡ് പുഡിംഗ്, ബ്ലഡ് സോസേജ് പോലെയുള്ളതൊക്കെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ തന്നെ നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങളിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. മറ്റു പല രാജ്യങ്ങളിലും ഉണ്ട്. നമുക്കതിൽ എന്ന് പറയുന്നതല്ലേ, നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ പെടുന്നതാണ് ഇതെല്ലാം. നമുക്ക് കൾച്ചറലി നമ്മളത് ശീലിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പം ഒന്നുകിൽ ബ്ലഡ് അല്ലെങ്കിൽ ചുമന്ന മാംസം, ഹീമോഗ്ലോബിൻ കൂടുതലുള്ള ട്യൂണ പോലെയുള്ള അല്ലെങ്കിൽ സെയിൽ ഫിഷ്, ഓലപ്പുടവൻ, മാർലിൻ പോലെയുള്ള കടൽ മത്സ്യങ്ങൾ, അതല്ലെങ്കിൽ കരയിൽ നിന്നുള്ള ചുവന്ന മാംസം കൂടുതലുള്ള മാംസങ്ങൾ, അതിൽ തന്നെയാണ് അത് നമുക്ക് ഇരുമ്പ് പെട്ടെന്ന് ആഗിരണം ചെയ്യാനുള്ളതും നമുക്ക് കൂടുതൽ ആഗിരണം ചെയ്യാൻ സാധ്യതയുള്ള ഇരുമ്പ് എപ്പോഴും അതിലേ ഉള്ളൂ. അപ്പം വെജിറ്റേറിയൻ സോഴ്സിലുള്ള ആൾക്കാർ എപ്പോഴും കഴിക്കുമ്പോൾ പല തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക. അതിന്റെ വേറൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ എപ്പോഴും കട്ട് കൂടുതൽ ഉണ്ടാവും, പലതിലായിട്ടുള്ളതും അതെ. അപ്പൊ ഒരേ ഭക്ഷണം സ്ഥിരമായി കഴിക്കുമ്പം ഈ കട്ട് കാരണം ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയും, അത് കാരണം ഉണ്ടാകാവുന്ന ഡെഫിഷ്യൻസിയോ പ്രശ്നങ്ങളോ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അവരുടെ ഭക്ഷണം നാച്ചുറലി തന്നെ ബാലൻസ്ഡ് ആയിട്ട് വരും. പക്ഷെ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവര് അവരുടെ ഭക്ഷണത്തിൽ എപ്പോഴും വ്യത്യസ്തത സ്ഥിരമായി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക തന്നെ വേണം. ഒരേ തരം ഭക്ഷണം സ്ഥിരമായി കഴിക്കാതിരിക്കുക എന്നുള്ളത്. ഇരുമ്പിന്റെ അംശം ശരീരത്തിൽ കൂടാൻ എപ്പോഴും നമ്മൾ കാസ്റ്റ് അയൺ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റാലിക് കണ്ടെയ്നേഴ്സിൽ ഏറ്റവും നല്ലത് എപ്പോഴും കാസ്റ്റ് അയൺ തന്നെയാണത്. ഒരു ചെറിയ ചോദ്യം എന്തായാലും വളരെ ഇൻഫർമേറ്റീവ്, നീണ്ടു പോണ പരിപാടി അല്ലെ? ഒരു ഒറ്റ ചോദ്യം. ഹലോ, കേൾക്കാമോ? നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരല്ലേ ഹലോ ടോക്ക് നടത്തേണ്ടതാണ്. ഇപ്പോൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായി തൃക്കാക്കരസ്ഥാനീയ സമിതി ട്രഷറർ ജൈവൻ സാറിനെ ക്ഷണിക്കും. അർച്ചന മാഡം, അതില് മുമ്പായിട്ട് അരവിന്ദാക്ഷൻ സാറ് എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു, അതും കൂടെ ഒരു മിനിറ്റ് നോക്കിയിട്ട് നമുക്ക് പറയാൻ തോന്നുന്നു. അല്ല, അവരെ കൂടുതലൊന്നും ചോദിക്കാനല്ല, അത് വളരെ നീണ്ടു പോകുന്നു. ഒരു കാര്യം മാത്രം, ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ അതോടൊപ്പം തന്നെ വെജിറ്റബിൾസും ധാരാളം കഴിച്ചില്ലെങ്കിൽ നൈട്രോജനിയസ് വേസ്റ്റ് കൂടുതൽ അവരുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുകയും അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുകയും എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമായിട്ട് സയന്റിഫിക്കലി അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അക്കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടോ അതോ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു കേൾക്കുന്നില്ലേ? കേൾക്കാത്തതാണ് പലതും, ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണ്. ഞാൻ നൈട്രോജനിയസ് വേസ്റ്റ് കൂടുതൽ ഉണ്ടാകുന്നു നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരിൽ എന്നുള്ള ഒറ്റ പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ.
നോൺ വെജിറ്റേറിയൻ കൂടുതലായി കഴിക്കുന്നവരിൽ 2 തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓട്ടോ ഓക്സിഡേഷന്റെ സാധ്യത കൂടുതലാണ്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശം കൂടുതലായി ഓക്സീകരണം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഭക്ഷണത്തിൽ വേണ്ടത്ര വേവിക്കാത്ത പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ. പിന്നെ കൂടുതലായി നമ്മൾ പ്രോട്ടീൻ സോഴ്സസ് കൂടുതലായി നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ശരീരത്തിന് ആവശ്യമുള്ളതിലധികം ചെന്ന് കഴിഞ്ഞാൽ കിഡ്നിക്ക് അത് ഓവർലോഡാണ്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള. അപ്പം വളരുന്ന പ്രായത്തിലുള്ള കുട്ടികൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി കൂടുതൽ ആക്റ്റീവായ അത്ലറ്റ്സ്, അത്തരം ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പക്ഷെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞു, ശരീര വളർച്ച ഒരു പ്രായം വരെ ഒരു ഇതിലെത്തിക്കഴിഞ്ഞു, വലിയ തരത്തിലുള്ള ശാരീരികാധ്വാനവും ഇല്ലാത്ത ആൾക്കാര് അത്രയും അധികം പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരുപാട് അധികം ഉൾപ്പെടുത്തണ്ട. എന്നാലും നമുക്ക് സ്ഥിരമായി, കാരണം നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വഴിയും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയും നമുക്ക് ശരീരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സെല്ലുകളിലെ ഏറ്റവും വലിയ അംശം പ്രോട്ടീൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ശരീരത്തിൽ വേണം. പക്ഷെ എക്സസ് ആയിട്ട് പ്രോട്ടീന്റെ ആവശ്യമില്ല. അത് ഒരുപാട് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പല പ്രോട്ടീൻ സോഴ്സസ്, നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻ സോഴ്സസിലും പൂരിത കൊഴുപ്പ് കൂടുതലായിരിക്കും. അപ്പൊ അത്തരം പൂരിത കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ, അതിന്റെ കൂടെ നാച്ചുറൽ ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇല്ലാത്ത, അതായത് പച്ചക്കറികളും ഫ്രൂട്ട്സും ഇല്ല, അളവ് കുറച്ച് ഇത്തരം നോൺ വെജിറ്റേറിയൻ സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്നവർക്ക് ഓട്ടോ ഓക്സിഡേഷനും അതുവഴി പിന്നീട് പലതരത്തിലുള്ള കോളൻ ക്യാൻസറുകൾ, പലതരം ലിവർ ക്യാൻസർ, പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഭക്ഷണത്തില് എപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് അധികം കുക്ക് ചെയ്യാത്ത, മിനിമലി കുക്ക് ചെയ്ത അല്ലെങ്കിൽ ഫ്രഷ് ആയ വെജിറ്റബിൾസും ഫ്രൂട്ട്സും തന്നെയാണ്. കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സ് വളരെ കുറച്ച്. ശരി, നമുക്ക് എന്നോട് നിർത്താമെന്ന് തോന്നുന്നു. ഇനി നീട്ടിക്കൊണ്ട് പോകണ്ട. ഷൈനി, വേറെ കുറെ പേർക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. സംശയങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഫോൺ നമ്പർ പുള്ളിക്കാരിയുടെ തരാം. അപ്പൊ നേരിട്ട് വിളിച്ചിട്ട് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ടൈം ഇച്ചിരി കൂടി പോയിരിക്കുന്നത്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രധാനമുള്ള കാര്യമായതുകൊണ്ട് ഒരു സെഷൻ കൂടി നമുക്ക് ഓർഗനൈസ് ചെയ്യുകയും ചെയ്യാം. വളരെ ഇൻഫോർമേറ്റീവായ സെഷൻ ആയിരുന്നു. കൃതജ്ഞത അവതരിപ്പിക്കാനായി ജൈവന്ത് സാറിനെ ക്ഷണിക്കും. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇപ്പം ഡോക്ടർ ഷൈനി മാഡം ഇവിടെ പ്രസന്റ് ചെയ്തൊരു ടോപ്പിക്ക് സത്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് നമ്മളൊരു ഓഫ്ലൈൻ സെഷൻ വെക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തായാലും ഇത്രയധികം, എനിക്ക് തോന്നുന്നു 25-ൽ കൂടുതൽ ആൾക്കാർ ഒരു സമയത്ത് ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ട ഒരു പ്രോഗ്രാമാണിത്. അതുപോലെ തന്നെ വിഷയത്തിൻ്റെ ഒരു നമ്മൾ വിഷയം ആദ്യമായിട്ട് എൻ്റെ ഒരു ശ്രദ്ധയിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു ടോപ്പിക് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അത് ഇത്രയും നല്ല രീതിയിൽ വളരെ അതിൻ്റെ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും അതിൻ്റെ കാര്യങ്ങൾ ഡോക്ടർ ഷൈനി ഇവിടെ അവതരിപ്പിച്ചു. ഷൈനി മാഡത്തിന് വ്യക്തിപരമായ പേരിലും സ്ഥാനീയ സമിതിയുടെ പേരിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും കൃതജ്ഞത അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്ന സംസ്ഥാന സമിതി അംഗം സുനിൽ ജി, നമ്മുടെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിമാരായ ജോയ് സാർ, അരവിന്ദാക്ഷൻ സാർ, അതുപോലെ മറ്റ് തൃക്കാക്കര സമിതിയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, മറ്റ് മെമ്പർമാർ, മറ്റ് സമിതികളുടെ മെമ്പർമാർ, എല്ലാവർക്കും വ്യക്തിപരമായ പേരിലും തൃക്കാക്കര സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. മറ്റുള്ള കാര്യങ്ങൾ ഇതുപോലെ ഒരു സെഷൻ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനെങ്കിലും നമുക്ക് വരുന്നൊരു വീക്കിലെങ്ങാൻ സംഘടിപ്പിച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് സെഷൻ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അത് അടുത്ത എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അപ്പോൾ ആലോചിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി, നമസ്കാരം, നമസ്തേ. ശാന്തി മന്ത്രം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നമസ്തേ, എല്ലാവർക്കും നമസ്തേ. നമസ്തേ.
हमने है भारत बेंज 1917R ट्रक। ये 18,500 किलोग्राम ग्रॉस व्हीकल वेट सेगमेंट में आने वाला एक ट्रक है। सबसे पहले आप फ्रंट लुक देख सकते हैं। फ्रंट लुक इसका बहुत सुंदर है। ये इस ट्रक का टॉप एंड वेरिएंट है। जिस गाड़ी का बम्पर बेंटेड होगा वो टॉप मॉडल होता है भारत बेंज में। फ्रंट साइड में आप देख सकते हैं, यहाँ पर शानदार भारत बेंज का लोगो है। ऑटोबॉन ट्रैकिंग की बैजिंग, पेंटेड फ्रंट बम्पर, ये सिंगल पीस बम्पर है। यहाँ पर आपको मिलता है सिंगल चेंबर हेलोजन हेडलैम्प्स DRL के साथ। फ्रंट ग्लास आप देख सकते हैं, ये इसका साइड लुक। डोर्स पर 1917 की बैजिंग दी गई है। 2 स्टेप्स मिल जाती है आपको। इसमें आपको स्लीपर कैबिन मिलता है। यहाँ पर साइड इंडिकेटर्स है। टायर्स इसकी बात करें तो इसमें 295/90 R26 के टायर्स मिल जाते हैं। फ्रंट एक्सल पर लिफ्टिंग सस्पेंशन मिलता है। यहाँ पर इसका एयर फिल्टर लोकेशन, कैबिन के पीछे एयर इनटेक, इसका ATS यानी कि आफ्टर ट्रीटमेंट सिस्टम यहाँ पर दिया गया है और एग्जॉस्ट पोजीशन यहाँ पर दी गई है। ATS की मदद से पोल्यूशन बहुत कम हो जाता है। ये सिस्टम इंजन के हार्मफुल पोल्यूटेंट्स को एलिमिनेट कर देता है और एनवायरनमेंट को सेव करता है। यहाँ पर है इसका एडब्ल्यू टैंक लोकेशन। एडब्ल्यू टैंक में आपको 2 ऑप्शन मिलते हैं, 43 लीटर्स और 36 लीटर। और इसके साइड में है डीजल फ्यूल टैंक। इसमें आपको 3-4 ऑप्शन मिल जाते हैं। अगर आप इसमें 20 फीट, 22 और 24 फीट ऑप्शन लेते हैं तो उसमें आपको 215 लीटर और फुल्ली बिल्ट ऑप्शन, चेसिस ऑप्शन भी मिलता है। अगर आप चाहें तो इसमें आप CBC यानी कि कैबिन विद चेसिस और आप इसमें हाफ साइड डेक और फुल साइड डेक ले सकते हैं। बॉडी पर आपको साइड मार्कर